ചെയ്യണല്ലേ? Yes, sir. Yes, sir. Start it. Assalamu alaikum warahmatullah. Alhamdulillah. Salatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. ബഹുമാനപ്പെട്ട ജാമിയ ദിവ്യ അറബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് അലി അൻസാരി, നമ്മുടെ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്ന കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറബിക് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ താജുദ്ദീൻ സർ, ഡോക്ടർ വസീൽ സർ, ഈ സെഷനിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന മറ്റു സ്റ്റുഡൻസ്, ഫാക്കൽറ്റീസ്, എല്ലാവരെയും ഒക്ടോബർ 8-9 തീയതിയിൽ നടക്കുന്ന 2-day ഇന്റർനാഷണൽ സെമിനാറുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ആബ്സ്ട്രാക്ട് റൈറ്റിംഗ് മെയ്ഡ് സിമ്പിൾ, ടേണിംഗ് റിസർച്ച് ഇൻ ടു റീഡബിൾ ജെംസ് എന്ന ഈ ഫ്രീ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ടൈം അധികം നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല. നമ്മുടെ ഈ സെഷനിൽ നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ശരിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് അലി അൻസാരിയാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ കോൺഫറൻസിന്റെ നമ്മുടെ ജാമിയ നദവിയ ഒക്ടോബറിൽ 8-9 തീയതികളിൽ നടക്കുന്ന കോൺഫറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കോൺഫറൻസാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഇത് നമ്മുടെ പ്രധാന വിഷയം ഈ കോൺഫറൻസുമായി ബന്ധപ്പെട്ടുള്ള പേപ്പർ പ്രസന്റേഷന് നമ്മൾ അബ്സ്ട്രാക്റ്റ് എങ്ങനെ ആകർഷണീയമായി തയ്യാറാക്കാം എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷനാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കും വേണം, എന്നാൽ സമയം കളയാതെ ചെയ്യാന്നുള്ള ആൾക്കാണ്. ഇപ്പൊ ഇത് നമ്മൾ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. ബഷീർ സാർ ഇതിലുണ്ടോ? നമ്മളെ മഞ്ചേരി മദീനത്തുൽ പ്രിൻസിപ്പൽ. ഹലോ, ഇല്ലെങ്കിൽ എത്തിയിട്ടില്ല ഉണ്ടല്ലേ? എന്നാലും ബഷീർ സാറിന്റെ, നമ്മുടെ മദീനത്തുൽ പ്രിൻസിപ്പൽ ഡോക്ടർ ബഷീർ സാറുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ആശംസയോട് കൂടി നമുക്ക് പ്രസന്റേഷനിലേക്ക് കടക്കാം. ആശംസകൾ നമുക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ബഷീർ സാഹിബ് സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കണ്ടല്ലോ അല്ലേ? ഓ, കേൾക്കാം. ഓഡിയബിൾ ആണ്. ബഹുമാനമുള്ള സഹോദരന്മാരെ, എടവണ്ണ ജാമിയ നദവിയെയും ഉളിക്കൽ മദീനത്തുൽ അറബി കോളേജും ഒക്കെ സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എടവണ്ണ ജാമിയ നദവിയ വളരെ ശക്തമായി അക്കാദമിക രംഗത്ത് മുന്നോട്ട് കുതിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജാമിയ നദവിയ മാത്രമല്ല, നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും തന്നെ കാലോചിതമായ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന മനോഹരമായ ഒരു കാഴ്ചയാണുള്ളത്. ഈ സന്ദർഭത്തിൽ ഇത്തരം പരിപാടികളെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നീട്ടി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ അതിഥിയുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ താജുദ്ദീൻ സാറിന്റെ സംസാരത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. മദീനത്തുൽ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുകയാണ്. ഒരു നന്മയായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ, പുതു തലമുറയെ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ പരിചയപ്പെടുത്തി അവരുടെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ അള്ളാഹു നമ്മെ കാരണക്കാരാക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. സുല്ലമിലെ പ്രിൻസിപ്പൽ ഉണ്ടോ? അസർ സാർ ഇതിൽ കേറിയണോ? ഇല്ല സാർ, സാറ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. മുജീബ് സാർ ഇല്ല അല്ലെ? നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അല്ലെ? അതെ സാർ. നമ്മളെ കോൺഫറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഇന്റർനാഷണൽ കോൺഫറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാർ, നമ്മുടെ സുല്ലമിലെ വഹാബ് സാർ ഉണ്ട്. ഡോക്ടർ വഹാബ് സാർ ഉണ്ട്. വഹാബ് സാറുടെയും ചെറിയൊരു ആശംസയ്ക്ക് ശേഷം നമുക്ക് പ്രസന്റേഷനിലേക്ക് കടക്കാം. ഡോക്ടർ വഹാബ് സാർ ഒരു 2 മിനിറ്റ് ആശംസ.
audible. Okay. Yes. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. Respected organizers, distinguished scholars, participants of the Department of Arabic, I am delighted to extend a warm greetings to this pre-workshop on abstract writing made simple. We are truly honored by the presence of our distinguished resource person, Dr. Tajuddin A, Assistant Professor, Department of Arabic, University of Kerala. His expertise and insights will surely enrich today's session and guide young researchers in transforming their ideas into clear and impactful writing. I also take this opportunity to congratulate the organizers and collaborators of this event, Jamia Nurul Edawanna, Muslim Arabic College, and Madinatul Ulum Arabic College, for bringing together such a meaningful academic initiative. May this workshop inspire all of us to contribute more effectively to the world of research and higher education. Thank you. ഹലോ. ഓക്കെ സാർ. വഹാബ് സാറിന്റെ ആശംസ അവസാനിച്ചിട്ടുണ്ട്. എല്ലാവിധ നന്ദിയും പ്രകടിപ്പിക്കുകയാണ്. നമ്മൾ ഈ സെഷനിലേക്ക് നേരിട്ട് കിടക്കാണ്. കേൾക്കുന്നില്ല കേട്ടോ, ഒരു സെക്കൻഡ്. ഹലോ താജുദ്ദീൻ സാറേ, സാറിന്റെ സംസാരം ഓഡിയബിൾ ആണ്, ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. അങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നുണ്ടോ? സാറ് പറയുന്നത് സാറിന് കേൾക്കാൻ പറ്റുന്നില്ലോ? കേൾക്കാം സാർ. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു പ്രീ കോൺഫറൻസ് ആണിത്. ഇതിൽ അക്കാഡമിക് റൈറ്റിംഗ് എങ്ങനെ നമ്മളതിന് അബ്സ്ട്രാക്ട് ആകർഷകമായി തയ്യാറാക്കാം എന്നുള്ള വിഷയത്തെ അധികരിച്ചാണ് സാറ് സംസാരിക്കുന്നത്. താജുദ്ദീൻ സാർ ഇതിൽ അവഗാഹമുള്ള വളരെ വിദഗ്ധനായ ഒരു ഫാക്കൽറ്റിയാണ്, നമുക്ക് റിസോഴ്സ് പേഴ്സണെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം ഈ പലപ്പോഴും ഓപ്പൺ ഡിഫൻസിനും അതുപോലെ PhD തീസിസും ഒക്കെ വാല്യൂ ചെയ്യുന്ന വളരെ പ്രഗത്ഭനായ ഒരു ഫാക്കൽറ്റിയാണ്. അദ്ദേഹത്തിൽ കിട്ടിയതിൽ നമ്മളുടെ സന്തോഷം പ്രത്യേകിച്ചും നമ്മൾ അറിയിക്കുകയാണ്. അദ്ദേഹത്തിൽ പങ്കെടുക്കാൻ തയ്യാറായതിലുള്ള കടപ്പാടും നന്ദിയും കൂട്ടത്തിൽ അറിയിക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി വളരെ ആദരപൂർവ്വം താജുദ്ദീൻ സാറെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലൈഹി കുല്ലും വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൗണ്ട് ക്ലിയർ അല്ലേ സർ? സാർ ഓഡിയബിൾ ആണ് സർ, ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആണ്. ഓക്കെ. അതുപോലെ ഇത് മാറുന്നുണ്ടല്ലോ, ഈ പവർ പോയിന്റ് മാറുന്നുണ്ടല്ലോ? ക്ലിയർ ആണ് സർ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ സർ. പ്രിയമുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, അതുപോലെ വന്ദ്യരായ അധ്യാപകർ, സഹപ്രവർത്തകർ, നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്നത് നമുക്കെങ്ങനെ നല്ലൊരു റിസർച്ച് ആർട്ടിക്കിളിൻ്റെ അബ്സ്ട്രാക്ട് തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ അബ്സ്ട്രാക്ട് കുട്ടികൾ അങ്ങ് തയ്യാറാക്കി, അല്ലെങ്കിൽ പേപ്പർ പ്രസന്റേഷന് വരുന്ന ആളുകൾ തയ്യാറാക്കി അയക്കുന്നു. അത് സെമിനാർ ഓർഗനൈസേഴ്സ് അത് പരിഗണിക്കുന്നു, അത് നോക്കിയിട്ട് പിന്നെ അതിൽ നല്ലത് നോക്കി പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വിളിക്കുന്നു. ഈ ഒരു സംഗതി മാത്രമാണ് സാധാരണഗതിയിൽ നടക്കാറുള്ളത്. എന്നാൽ ഈ ജാമിയ നദിബിയ എടവണ്ണ, അവിടുത്തെ അധ്യാപകർ ഇത്തരത്തിൽ അബ്സ്ട്രാക്ട് എങ്ങനെ എഴുതണം എന്ന വിഷയം തന്നെ, അത് സോഷ്യൽ സയൻസിന് പ്രത്യേകം, സയൻസിന് സെപ്പറേറ്റ്, അറബിക് ലാംഗ്വേജിന് സെപ്പറേറ്റ്, ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചത് തന്നെ ആ കുട്ടികളോടുള്ള, അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന ആളുകളോടുള്ള അവരുടെ ഏറ്റവും വലിയ താല്പര്യം, അതായത് നമ്മൾ ചെയ്യുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു ദൗത്യം അത് മോശമാവരുത് എന്ന ചിന്തയാണ് കുട്ടികൾക്ക് ഈ വിഷയം കൂടുതൽ അവരെ
മനസ്സിലാക്കിയെടുക്കണം എന്ന ചിന്തയാണ് അവരെ ഇത്തരത്തിൽ പ്രീ വർക്ക്ഷോപ്പിന് പ്രോത്സാഹിപ്പിച്ചത്, പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ എടുത്ത ഒരു ഉദ്യമം വളരെ മഹത്തായ ഉദ്യമമാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെല്ലാം ഈ ഒരു അവസരം വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ ആദ്യമേ ആമുഖമായി പറയുകയാണ്. കൈഫ നക്തുബു മുലഖസൽ ബഹസ് ഫി സൂറത്തിൻ ജദ്ദാബത്തിൻ എന്നാണ് ഞാൻ അതിനൊരു ടൈറ്റിൽ കൊടുത്തത്. നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു അബ്സ്ട്രാക്റ്റ്, മാ ഹുവ മുലഖസുൽ ബഹസ്. ആ അബ്സ്ട്രാക്റ്റിനകത്ത് എന്തെല്ലാം സംഗതികൾ വരണം. മാ ഹിയ അൽ അവാമിലുർ റഈസിയ ലി മുലഖസിൽ ബഹസ്. അടുത്തത് കൈഫ നുഇദ്ദു മുലഖസൽ ബഹസ് അൽ ജയ്യിദ്. സ്കോളേഴ്സിനിടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ ഈ ഒരു വാചകം, പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിലും ഒക്കെ ഈ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഈ രണ്ട് വാക്കുകൾ വളരെ പ്രബലമാണ്. പബ്ലിഷ് ഓർ പെരിഷ്. എഴുതൂ, അതിലൂടെ നിങ്ങൾ ശാശ്വതരാകൂ എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഈ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ ഒന്ന് പ്രതികരിക്കണേ. ഫാത്തിമ എസ് ആണ് എനിക്ക് തോന്നുന്നത് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന ഒരാൾ. അപ്പൊ ഫാത്തിമയോട് തന്നെ ചോദിക്കാം. ഫാത്തിമയുടെ ഉപ്പയുടെ പേരെന്ന് പറയോ, വാപ്പയുടെ പേര്? ഫാത്തിമ ഹാൻഡ് റൈസ് ചെയ്ത് വെച്ചിട്ട് അങ്ങ് പോയതാണെന്ന് തോന്നുന്നു. മൊഹസിൻ, ഡോക്ടർ മൊഹസിൻ. ഫാത്തിമയുടെ ഉപ്പയുടെ പേര് പറയോ? ഉസ്മാൻ. ഓക്കെ, അവരുടെ ഉപ്പയുടെ പേര് പറയോ? അവരുടെ ഉപ്പയുടെ പേര് മുഹമ്മദ്. ഓക്കെ, അവരുടെ ഉപ്പയുടെ പേര്? ഇബ്രാഹിം. അവരുടെ ഉപ്പയുടെ പേര് അറിയില്ല. ഓക്കെ, നോക്കൂ, അതായത് ഏകദേശം ഇപ്പൊ ഈ പറഞ്ഞ ഇബ്രാഹിം എന്ന് പറയുന്ന ഈ വ്യക്തി ഒരു 150 വർഷം അല്ലെങ്കിൽ 160 വർഷം മുന്നേ ജീവിച്ച ആളാണ്. അതിന് മുന്നോട്ടുള്ള ആളിന്റെ പേര് നമുക്കറിയില്ല. പക്ഷേ 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ച ഇമാം ഷാഫിഈ, ഇമാം നബവി, ഇമാം ഗസാലി, അങ്ങനെയുള്ള ഒരുപാട് സ്കോളേഴ്സിന്റെ പേര് നമ്മൾ ഇന്നും പറയുന്നു. എന്തുകൊണ്ടാണ്? അവരൊക്കെ എഴുതി എന്നതാണ് അതിന്റെ കാരണം. അപ്പൊ നമ്മള് ആരെങ്കിലും നമ്മുടെ പേര് ഈ ലോകത്ത് ശാശ്വതമായി നിലനിർത്താൻ, ശാശ്വതമായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പിന്നെ അള്ളാഹുവിന്റെ ആ ശാശ്വതം എന്നുള്ള അർത്ഥത്തിലല്ല, എന്നാലും നമ്മുടെ പേര് ഈ ലോകത്ത് നിലനിർത്താൻ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നമുക്ക് അക്കാദമിക് രംഗത്ത് നമ്മൾ വളരെയധികം തിളങ്ങണമെങ്കിൽ നമ്മൾ എഴുതിയിരിക്കണം. പ്രത്യേകിച്ച് അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ മുന്നിൽ വരുന്ന ഒരുപാട് സ്കോപ്പുകളുണ്ട്. ആ സ്കോപ്പുകൾ നമുക്ക് ഉപയോഗപ്പെടുത്തിയെടുക്കാൻ, അത് സ്കോളർഷിപ്പ് എന്നുള്ള നിലയിലാവട്ടെ, ജോലി എന്നുള്ള നിലയിലാവട്ടെ, അങ്ങനെ വിവിധങ്ങളായ മേഖലയിലേക്ക് കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ആർട്ടിക്കിളുകൾ, പ്രബന്ധങ്ങൾ, തിസീസുകൾ, ഡിസർട്ടേഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ പബ്ലിഷ് ഓർ പെരിഷ്, ഒന്നുകിൽ നീ എഴുതൂ, ഇല്ലെങ്കിൽ നശിച്ചു പൊയ്ക്കോളൂ എന്ന് പറയുന്ന ഈ ഒരു വാചകം വളരെയധികം പ്രസിദ്ധമായി സ്കോളേഴ്സിനിടയിൽ പറയുന്ന ഒരു വാചകമാണ്. പബ്ലിഷ് ഓർ പെരിഷ്. ഉൻഷുറു ഔ ഇസ്തഹ്ലകു എന്ന് വേണമെങ്കിൽ നമുക്ക് അറബിയിൽ പറയാം. അതിനെ ഞാൻ നമ്മുടെ അക്കാദമിക് രംഗത്തേക്ക് കണക്ട് ചെയ്തുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇമ്മൻ നഷർ, ഒന്നുകിൽ നീ പബ്ലിഷ് ചെയ്ത് നീ അതിലൂടെ ഒരു ജോലിയിലേക്ക് കടന്നെത്തൂ, അല്ലെങ്കിൽ നീ നല്ലൊരു ഭാവിയിലേക്ക് കടന്നു വരൂ. ഔ ഫഖ്ദുൽ വലീഫ, അതല്ല നിന്റെ ജോലി, നിനക്ക് കിട്ടാൻ അർഹതയുള്ള ജോലിയെ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞോളൂ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആ പബ്ലിഷ് ഓർ പെരിഷ് എന്നുള്ളതിന് നമ്മുടെ അക്കാദമിക് രംഗവുമായിട്ട് കണക്ട് ചെയ്തിട്ട്. എന്താണ് എഴുത്തും
ഇപ്പൊ നമ്മൾ ഇവിടെ കേൾക്കുന്നത് ഒരു ക്ലാസ് ആണ്. അപ്പൊ അതിനകത്ത് നടക്കുന്ന ടോക്കാണ്. ആ എഴുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആർട്ടിക്കിളുകളായിട്ട് നമ്മുടെ ജേണലുകളിലും അതുപോലെ സെമിനാറുകളിലും ഒക്കെ നമ്മൾ അവതരിപ്പിക്കുന്നത്. തമ്മിലുള്ള വ്യത്യാസം, ടോക്ക് അത് സൗണ്ടാണ്, എന്നാൽ റൈറ്റ് അത് കേൾക്കാനാണ് കഴിയുന്നത്. ഇനി പലതരത്തിലുള്ള ഡിവൈസുകൾ ഇവിടെ കണ്ടുപിടിക്കപ്പെടുമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി അതിന്റെ ആമുഖമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള പ്രവാചകന്മാരെ, അതായത് ആദം നബി പറഞ്ഞത് പൂർവ്വകാല മനുഷ്യന്മാരുടെ ഒക്കെ സൗണ്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ കണ്ടുപിടിക്കപ്പെടുമെന്ന് പറയുന്നു. ഓക്കെ, അത് കണ്ടുപിടിക്കുമ്പോൾ കണ്ടുപിടിക്കട്ടെ. എന്നാൽ പോലും ടോക്ക് നമ്മൾ സംസാരിക്കുന്നതോടുകൂടി അത് കഴിഞ്ഞു പോവുകയാണ്. എന്നാൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് അത് കാണുന്നതും അത് ഇവിടെ നിലനിൽക്കുന്നതുമായ ഒരു സംഗതിയാണ്. അതാണ് അവ രണ്ടിൽ തമ്മിലുള്ള ജസ്റ്റ് ഒരു താരതമ്യം. അപ്പോ എഴുതു അനശ്വരരാകൂ എന്ന് നമുക്ക് ഇതിനെപ്പറ്റി പബ്ലിഷ് ഓർ പെരിഷ് എന്നുള്ളതിനെ കുറിച്ച് പറയാം. ഉക്തുബു വഹ്ലുദു. ഈ ലോകത്ത് അറിവുകൾ രണ്ട് വിധമായിട്ടുണ്ട്, രണ്ട് വിധം അറിവുകളുണ്ട്. അതായത് അറിവുകളെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ നടത്തിയ സെമിനാറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സോഷ്യൽ സയൻസ് സെപ്പറേറ്റ്, സയൻസ് സെപ്പറേറ്റ്, പിന്നെ ലാംഗ്വേജ് സെപ്പറേറ്റ്. അപ്പൊ അതൊക്കെ അറിവുകളാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സാധാരണഗതിയിലുള്ള അറിവിനെ നമുക്ക് രണ്ട് രീതിയിലായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് സാമാന്യ അറിവും മറ്റൊന്ന് സവിശേഷ അറിവും. അതിന്റെ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഇവിടെ സാമാന്യ അറിവ് കിട്ടുന്നത് അത് ജനറൽ ആയിട്ടുള്ള മിനൽ ഖുബറത്തിൽ ആദിയ, ജനറൽ ആയിട്ടുള്ള നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന്, പൊതുവായിട്ടുള്ള നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ്. വയസ്സായ ആളുകൾ പറയാറുണ്ട്, കുട്ടികൾ ഉറക്കത്തിൽ നിന്ന് ചാടി അങ്ങ് എഴുന്നേൽക്കുന്ന സമയത്ത് പറയും, മക്കളെ അങ്ങനെ എഴുന്നേൽക്കരുത്, അൽ ഖിയാമുൽ മുഫാജിഉ ബഅദൽ ഇസ്തിഖാൽ മിനൻ നൗമി ഖത്തർ എന്ന് പറയും. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് ചാടി എഴുന്നേൽക്കുന്നത് നല്ലതല്ല, അത് അപകടമാണ് എന്ന് പറയും. അവിടെ അവർ ആ പറയുന്ന കാര്യം നേരത്തെ മുതലേ തന്നെ അവരുടെ കുടുംബക്കാരിൽ നിന്ന്, അവരുടെ പൂർവികരായ ആളുകളിൽ നിന്ന് അവർ കേട്ട് വന്ന ഒരു സംഗതി പറയുന്നതാണ്. അവരുടെ സാധാരണ അറിവിൽ നിന്ന് അവർ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ അൽ ഖിയാമുൽ മുഫാജിഉ ബഅദൽ ഇസ്തിഖാൽ മിനൻ നൗമി ഖത്തർ എന്ന് പറയുന്നത് സാധാ ലാംഗ്വേജിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോ സാമാന്യ അറിവ് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് സാധാ ലാംഗ്വേജ് ഉപയോഗിച്ചാൽ മതി. അൽ മഅരിഫത്തുൽ ആമ്മ തുക്തബു ബിൽ ലുഗത്തിൽ ആമ്മ. എന്നാൽ ഇതേ കാര്യം തന്നെ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേക്കുന്നത്, പെട്ടെന്ന് അങ്ങ് ചാടി എഴുന്നേക്കുന്നത്, അതായത് എഴുന്നേറ്റ് ഒന്നുകിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് അവിടെ തന്നെ ഒരു 5 മിനിറ്റോളം 3, 4, 5 മിനിറ്റോളം നമ്മൾ അവിടെ ഒന്ന് ഉണർന്ന് ബോധത്തോടു കൂടി ഒന്ന് കിടന്നതിന് ശേഷം എഴുന്നേൽക്കുക. അതല്ല എങ്കിൽ എഴുന്നേറ്റ് അവിടെ ഇരുന്നതിന് ശേഷം, നമുക്കറിയാം വാരിതായ ഒരുപാട് ദിക്റുകളും ഒക്കെ ഉണ്ട്. ആ ദിക്റൊക്കെ അവിടെ ഇരുന്ന് ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് എടുക്കും. അങ്ങനെ മിനിറ്റുകൾ എടുത്ത് അവിടെ ഇരുന്ന് ചൊല്ലിയിട്ട് എഴുന്നേൽക്കുമ്പോ അതാണ് നല്ലത്. അതല്ലാതെ പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റ് ഓടി ആ കിടക്കിൽ നിന്ന് എഴുന്നേറ്റ് പോവലല്ല നല്ലത് എന്ന് പറയുന്ന ആ കാര്യത്തെ സവിശേഷ അറിവായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ആ സവിശേഷ അറിവായിട്ട് അതിനെ കണക്കാക്കുന്ന ഒരേ കാര്യത്തെ തന്നെ സാമാന്യ അറിവായിട്ടും സവിശേഷ അറിവായിട്ടും നമ്മൾ തിരിക്കാൻ പോവാണ്. ആ സവിശേഷ അറിവ് കിട്ടുന്നത് സവിശേഷ ഖുബറത്തിൽ നിന്നാണ്, നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ്. അത് ഇപ്പൊ ഈ ഒരു സെന്റൻസ്, അൽ ഖിയാമുൽ മുഫാജിഉ ബഅദൽ ഇസ്തിഖാൽ മിനൻ നൗമി ഖത്തർ വഅശാറത് നതായിജു ദിറാസ ഇലാ അന്ന ലർബാത്തിൽ ഖൽബ് അസ്നാഅ മർഹലത്തിൻ നൗമിൽ അമീഖ് തകൂനു മുൻതളിമ വഅളലാത്തുൽ ജിസ്മി ഫി ഹാലത്തിൻ മിൻ ഇർതിഖാൽ ലذلك فإن الاستيقاظ أثناء النوم العميق من شأنه أن يؤثر على إيقاع ضربات القلب ويؤدي إلى سرعة التنفس. نتيجة لذلك الأطباء يوصون بالاستقرار في الفراش لبضع دقائق بعد الاستيقاظ حتى الشعور بانظلام في التنفس. നമ്മൾ ഉറക്കത്തിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ നാഡി ഞരമ്പുകളും അതുപോലെ തനഫസും ഒക്കെ വളരെ ശാന്തമായ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാകുന്നത്.
പെട്ടെന്ന് അതിനെ ദ്രുതഗതിയിലുള്ള വർക്ക് അതിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തനഫുസിന് കേടുവരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് പറയുന്നത് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ തനഫുസും അലലാത്തുകളും ഒന്ന് സജീവമാകുന്നതിന് വേണ്ടിയിട്ട്, അതൊന്ന് അനങ്ങി ഒന്ന് റെഡിയാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരല്പം സാവകാശം കൊടുക്കണം. നോക്കൂ, ഇവിടെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ സയന്റിസ്റ്റുകള് ഈ ഒരു സംഗതി പറയുന്നത് അവർക്ക് കിട്ടിയിരിക്കുന്ന സവിശേഷ അറിവിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ നമ്മുടെ ഉമ്മുമ്മ അല്ലെങ്കിൽ ഉപ്പുപ്പ നമ്മളോട് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പോവരുത് എന്ന് പറഞ്ഞത് അവരുടെ പൂർവികരായ ആളുകളിൽ നിന്ന് കിട്ടിയ ജസ്റ്റ് ഒരു അറിവ് മാത്രം വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോ അവർക്ക് കിട്ടിയിരിക്കുന്നത് സാമാന്യ അറിവാണ്. എന്നാൽ നമ്മുടെ മുന്നിലുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സ് വിവരിച്ചു തരുന്നത്, സയന്റിസ്റ്റ് വിവരിച്ചു തരുന്നത് അത് സവിശേഷ അറിവാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ അൽ മഅരിഫത്തുൽ ആമ്മ തുക്തബു ബിൽ ലുഗത്തിൽ ആമ്മ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ നമ്മൾ നോക്കൂ, അൽ മഅരിഫത്തുൽ ഖാസ തുക്തബു ബിൽ ലുഗത്തിൽ ഖാസ ഔ അൽ മഅരിഫത്തുൽ ഖാസ തുക്തബു ബിൽ ലുഗത്തിൽ അക്കാദമിയ. ഇതാണ് വ്യത്യാസം. ഇത് നമുക്ക് ഏത് കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഏത് കാര്യം എടുത്താലും അതിന്റെ സാമാന്യ രൂപവുമുണ്ട്, അതിന്റെ സവിശേഷ രൂപവും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളായ അല്ലെങ്കിൽ റിസർച്ചേഴ്സ് ആയിട്ടുള്ള, നമ്മളിപ്പോ റിസർച്ച് ആർട്ടിക്കിൾ എഴുതാൻ തയ്യാറായിരിക്കുന്ന, അത് മനസ്സിൽ കരുതിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും റിസർച്ചേഴ്സ് ആണ്. നമ്മുടെ മുന്നില് നമ്മള് ഒരു കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന നമ്മുടെ മുന്നിലുള്ളത് നമ്മള് സവിശേഷ അറിവിന്റെ ഉടമകളും അത് സവിശേഷ രൂപത്തിൽ തന്നെ, അതായത് അക്കാദമിക് ലാംഗ്വേജിൽ തന്നെ എഴുതാൻ തയ്യാറായി ഇരിക്കുന്ന ആളുകളുമാണ്. അതുകൊണ്ട് തന്നെ സാമാന്യ രൂപത്തിലല്ല നമ്മൾ എഴുതേണ്ടത്, സാമാന്യ ഭാഷയിലല്ല നമ്മൾ എഴുതേണ്ടത്, സവിശേഷ ഭാഷയിലാണ് നമ്മൾ അത് എഴുതേണ്ടത്. മീൻസ് അക്കാദമിക് ഭാഷയിലാണ് അത് നമ്മൾ തയ്യാറാക്കേണ്ടത്, അവതരിപ്പിക്കേണ്ടത്. അൽ-ലുഗത്തുൽ അക്കാദമിയ تتشكل اللغة الأكاديمية عندما يستخدم اللغة للتعبير عن المعرفة المستنجدة من تجربة خاصة ولتوصيل تلك المعرفة إلى الناس منظمة ومرتبة فيجب أن تكون اللغة الأكاديمية منطقية. നോക്കൂ, നമുക്ക് കിട്ടിയിരിക്കുന്ന സവിശേഷ വിജ്ഞാനത്തെ നമ്മൾ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കേൾവിക്കാരിലേക്ക്, നമ്മുടെ ശ്രോതാക്കളിലേക്ക്, നമ്മുടെ സഹപ്രവർത്തകരിലേക്ക്, സുഹൃത്തുക്കളിലേക്ക് നമ്മൾ അത് സന്നിവേശിപ്പിക്കാൻ പോവാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സവിശേഷ അറിവിനെ കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടി ആയിരിക്കണം നമ്മൾ അവിടെ അവതരിപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ യജിബു അൻ തകൂന ലുഗത്തുൽ അക്കാദമിയ മന്തിഖിയ, അക്കാദമിക് ഭാഷ എന്ന് പറയുന്നത് ലോജിക്കലായിരിക്കണം, കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടി ആയിരിക്കണം. നമ്മൾ നേരത്തെ ആ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നത് അപകടകരമാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓരോ ഘട്ടമായിട്ടാണ് നമ്മൾ അവസാനം ഏതിലേക്ക് എത്തിയത്, അവസാന പോയിന്റിലേക്ക് എത്തിയത്. തനഫുസിന് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തനഫുസിന് കേടുവരുന്നത് എന്താണെന്നൊക്കെ ഉള്ളത് മുന്നേ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. ആ തനഫുസിന് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചാടി എഴുന്നേറ്റ് പോകരുത് എന്ന് പറയുന്നത്. ഇങ്ങനെ അടുക്കോടുകൂടിയാണ് പറയുന്നത്. അപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന അക്കാദമിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് മന്തിഖിയായിരിക്കണം. അപ്പോ അൽ ഹൈക്കലുൽ മന്തിഖി, ലോജിക്കൽ രൂപം എന്ന് പറയുന്നത് വാജിബിൻ ഫിൽ ലുഗത്തിൽ ആമിയ, സാമാന്യ ഭാഷയിൽ അത് നിർബന്ധമില്ല. എന്നാൽ അൽ ഹൈക്കലുൽ മന്തിഖി വാജിബുൻ ഫിൽ ലുഗത്തിൽ അക്കാദമി. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അൽ ഹൈക്കലുൽ മന്തിഖി ലിൽ ലുഗ, ഒരു നമ്മുടെ മറ്റൊരു ഉദാഹരണം കൂടി പറയാണ്. ഭാഷയിലുള്ള ഒരു ലോജിക്കൽ രൂപത്തിന് യജിബു അൻ യസ്തഖ്ദിമ സബബ ഫിൽ കലാമി മസലൻ. അപ്പോ ഒരു കാര്യം ലോജിക്കലായിട്ട് അവതരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവൻ അതിന്റെ കാര്യകാരണ സഹിതം അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, അൽ യൗമ തുംതിറുസ്സമ, ഇന്ന് ആകാശം മഴ പെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ഇന്ന് മഴ പെയ്യും എന്ന് പറഞ്ഞു. ഇവിടെ ഫലൈസ ഫീഹി ഇർതിബാത്തുൽ മതരി ബി അയ്യി ഷൈ, ആ മഴ പെയ്യും എന്ന് പറയുന്ന സംഗതിയെ അല്ലെങ്കിൽ മഴയെ ഒരു കാരണത്തോടും ബന്ധിപ്പിച്ചിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. അൽ യൗമ തുംതിറുസ്സമ. എന്നാൽ ഇൻകാന ഹുനാക സഹാബുൻ ഫിസ് സമാഇ
ഫസൗഫ തുംതിറു. ചില പ്രദേശങ്ങളിലൊക്കെ ഉള്ള പിന്നെ അവരുടെ നാട്ടിലെ ആളുകൾ ഇങ്ങനെ പറയുന്നതാണ്. കിഴക്ക്, ഞാൻ കിഴക്ക് എന്ന് പറയുന്നത് ചില പ്രദേശത്ത് കിഴക്ക്, ചില പ്രദേശത്ത് അത് ചിലപ്പോൾ തെക്ക് അല്ലെങ്കിൽ വടക്ക് എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. തെക്ക് കാർമേഘമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് മഴ പെയ്യും എന്ന് ആളുകൾ പറയുന്ന സ്ഥലത്ത് ആ കാർമേഘമുണ്ടെങ്കിൽ എന്ന് പറയുന്ന ആ കാരണത്തെ ഇവിടെ എന്ത് ചെയ്യാണ്, സൗഫ തുംതിറു എന്ന് പറയുന്ന കാര്യമായിട്ട് ബന്ധിപ്പിക്കണം. അല്ലെങ്കിൽ സൗഫ തുംതിറു എന്ന് പറയുന്ന കാര്യത്തെ ഈ സഹാബുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. അങ്ങനെ ബന്ധിപ്പിക്കേണ്ടത് പിന്നെ ലോജിക്കൽ രൂപത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ബന്ധിപ്പിക്കുന്ന പേപ്പറില്, പ്രസന്റേഷനില്, അത് മുലഖസ് ആവട്ടെ നമ്മുടെ പേപ്പർ ആവട്ടെ, അവിടെ കാര്യകാരണ സഹിതമായിരിക്കണം അവതരിപ്പിക്കേണ്ടത്. ഹുന യുർബിത്തുൽ മത്തറ ബിസബബിൽ മത്തർ അൻ ത്വരീഖിൽ ഇഖ്തിറാനി ബി അദാത്തി ശർത്തി ഇൻ. അത് ഇൻ എന്ന് പറയുന്ന ഷർത്തിന്റെ അദാത്ത് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആ കാരണത്തെ ഈ കാര്യവുമായിട്ട് ബന്ധിപ്പിച്ചത്. ഓക്കെ, ഇവിടെ എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാലയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. അവിടെ ഒരു സെമിനാർ നടക്കുന്ന സമയത്ത് അവിടേക്ക് പിന്നെ പേപ്പർ പ്രസന്റേഷന് വേണ്ടിയിട്ട് അവർ പരസ്യം ചെയ്തപ്പോൾ അബ്സ്ട്രാക്റ്റുകൾ വന്നതില് ബഹുഭൂരിപക്ഷം അബ്സ്ട്രാക്റ്റുകളും അവർ തള്ളിക്കളയുകയുണ്ടായി. എന്താ കാരണം എന്ന് പറഞ്ഞാല്, ഇന്ന് നമ്മളെ ഒക്കെ വലയ്ക്കുന്ന അല്ലെങ്കിൽ കുഴയ്ക്കുന്ന AI എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ ChatGPT എന്ന് പറയുന്ന സംഗതി നമ്മളെ അപകടത്തിലാക്കി കളയുകയാണ്. ആ പിന്നെ അബ്സ്ട്രാക്റ്റുകൾ വിലയിരുത്തിയ അതിന്റെ കോർഡിനേറ്ററിൽപ്പെട്ട എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, സത്യത്തിൽ നമ്മൾ വിശ്വസിക്കില്ല, ഇന്ത്യയിലെ വളരെ പ്രശസ്തരായ അധ്യാപകർ പോലും, പ്രൊഫസർ പോസ്റ്റിലുള്ള അധ്യാപകർ പോലും ChatGPT ഉപയോഗിച്ചിട്ടാണ് അവരുടെ സിനോപ്സിസുകൾ തയ്യാറാക്കിയത് എന്ന് പറയുകയുണ്ടായി, അബ്സ്ട്രാക്റ്റുകൾ തയ്യാറാക്കിയത് എന്ന് പറയുകയുണ്ടായി. അപ്പോ അത്തരത്തിൽ പ്രൊഫസർമാര് പോലും കുടുങ്ങിപ്പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുന്നിൽ ഉള്ള ഈ ChatGPT എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവരുടെ വാട്സപ്പിലും അതിന് പ്രത്യേകം ChatGPTക്ക് പ്രത്യേകമായിട്ട് ഐക്കൺ കാണിച്ചിട്ടുണ്ട്. നമ്മൾ അതിനോട് പറയുകയാണ്, ഞാൻ ഈ ഒരു സബ്ജക്റ്റിൽ എനിക്കൊരു അബ്സ്ട്രാക്ട് വേണം, ഒന്ന് എഴുതി തരാൻ വേണ്ടി പറഞ്ഞാൽ വളരെ മനോഹരമായി അത് എഴുതി തരും. അത് തന്നെ ആ എഴുതിയതിനെ ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ വീണ്ടും റിവൈസ് ചെയ്യും. അങ്ങനെയുള്ള ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ദയവ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും തന്നെ അത്തരത്തിലുള്ള വലയങ്ങളിൽ പെട്ടുപോകരുത്. മക്കളെ, നമ്മൾ പഠിക്കുന്നത് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ കാലങ്ങളെടുത്ത് അറബി ഭാഷ പഠിച്ച് അതിന്റെ ഒരുപാട് വിവിധ മേഖലകൾ നമ്മൾ കൈകാര്യം ചെയ്ത് വന്നതെല്ലാം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പഠിച്ചെടുത്തിരിക്കുന്ന ആ സംഗതികൾ ഉപയോഗിക്കാനുള്ള, നമ്മൾ പഠിച്ചെടുത്തിരിക്കുന്ന സംഗതി ഉപയോഗിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് നമുക്കൊരു പിന്നെ ആർട്ടിക്കിൾ, ഈ സെമിനാറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കോൺഫറൻസിന് വേണ്ടിയിട്ട് ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കാൻ കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ എനിക്ക് തോന്നുന്നു പിന്നെ അവിടെ നദ്വിയയില് ഒരുപാട് പുസ്തകങ്ങളുള്ള ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി നമ്മൾ ഉപയോഗിക്കണം. കുറച്ചിങ്ങോട്ട് യാത്ര ചെയ്താൽ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് വന്നാല് അവിടെ ഉള്ള ലൈബ്രറി നമുക്ക് ഉപയോഗിക്കാം. എല്ലാത്തിനും പുറമെ ഓൺലൈനിലുള്ള ലൈബ്രറി നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ലൈബ്രറികൾ ഉപയോഗിച്ച് അവിടെ ഉള്ള പുസ്തകങ്ങൾ ഉപയോഗിച്ചിട്ട് ആ പുസ്തകങ്ങൾ വായിച്ചിട്ട് വേണം ഇൻഷാ അല്ലാഹ് എഴുതാൻ. അങ്ങനെ പുസ്തകത്തിലെ കുറെ കാര്യങ്ങൾ നിങ്ങൾ കോട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ പേപ്പറിന് കുഴപ്പമൊന്നും വരില്ല. അവിടെ നിങ്ങൾ കോട്ട് ചെയ്തു എന്ന് ആ കോട്ട് ചെയ്ത പുസ്തകത്തിന്റെ പേരും നമ്പറും കൃത്യമായി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് മറ്റൊരു അവസരത്തിൽ പേപ്പർ എങ്ങനെ എഴുതണം എന്നതിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് അവതരിപ്പിക്കുന്ന ആളുകൾ പറഞ്ഞത്. അപ്പൊ നമ്മള് പിന്നെ ഇതിലേക്കാണ്, നമ്മുടെ അബ്സ്ട്രാക്റ്റിലേക്കാണ് വരുന്നത്. അൽ മഖാല, അൽ വറഖ, അൽ ബഹസ്, ഇതൊക്കെയാണ് നമ്മൾ ആർട്ടിക്കിളിന് പറയുന്ന പേരുകൾ. അത് ഏതെങ്കിലുമൊക്കെ ജേണലുകൾക്ക് വേണ്ടിയിട്ട് മക്കാല എഴുതാം. അതുപോലെ മുഖ്തമർ കോൺഫറൻസിന് വേണ്ടി, ഔ അൻ നദ്വ സെമിനാറുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പേപ്പറുകൾ എഴുതാം. ആ പേപ്പറുകളിൽ ഉണ്ടാവേണ്ടുന്ന പ്രധാനപ്പെട്ട സംഗതികളാണ് ഇപ്പൊ കാണിക്കുന്നത്. ഒന്ന്, അതിനൊരു ടൈറ്റിൽ വേണം. അൽ അനാസുറുൽ അസാസിയ ലിൽ മഖാലിൽ അക്കാദമി അന്നാജിഹി, അൽ ഉൻവാൻ, ഒരു ടൈറ്റിൽ വേണം.
ഒരു സിനോപ്സിസ് വേണം. അൽ കലിമാത്തു റഈസിയ അതുകൂടി മുലഖസിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അൽ കലിമാത്തുൽ മിഫ്താഹിയ കീവേഡ്സ് വേണം. പിന്നെ മുഖദ്ദിമ എന്ന് പറയുന്നത് നമ്മുടെ സെമിനാർ പേപ്പറിന്റെ മുഖദ്ദിമയാണ്, ഇൻട്രൊഡക്ഷൻ ആണ്. അൽ അസാലിബ് അതിനൊരു മെത്തേഡ്സ് വേണം. അന്നതായിജ് അതിന് റിസൾട്ട്, അതായത് ആ പേപ്പറിലൂടെ നമ്മൾ കണ്ടെത്തിയ റിസൾട്ട് നമ്മൾ അതിനകത്ത് എഴുതണം. ഏതെങ്കിലും ആളുകളുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ആ പേപ്പറുകൾ തയ്യാറാക്കിയതെങ്കിൽ അവിടെ ഡിസ്കഷൻസ് എഴുതണം. ഇനി അതിന്റെ ഒരു കൺക്ലൂഷൻ രൂപം എഴുതണം, അത് ഹാത്തിമ എന്ന് പറയും. അതിനകത്ത് ആരോടെങ്കിലും ഒക്കെ നമുക്ക് ഡേറ്റകൾ പ്രൊവൈഡ് ചെയ്ത ഏതെങ്കിലും ആളുകളോട്, വ്യക്തികളോട്, സ്ഥാപനങ്ങളോടൊക്കെ നന്ദി പറയേണ്ടതുണ്ടെങ്കിൽ ആ നന്ദി അവിടെ രേഖപ്പെടുത്താം. അത് കഴിഞ്ഞിട്ട് മസാദിർ, മറാജി, ബിബ്ലിയോഗ്രഫി, അൽ മവാദു ദാഇമ, സപ്പോർട്ടിംഗ് മെറ്റീരിയൽസ്, ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ എഴുതി വെക്കാം. ഇത്രയുമാണ് പ്രധാനമായിട്ട് ഒരു അക്കാദമിക് ആർട്ടിക്കിളിന് ഉണ്ടാവേണ്ടുന്ന ഘടകങ്ങളിൽ. ഇതിൽ നമ്മൾ എന്ന് പറയുന്നത് ടൈറ്റില്, അതുപോലെ മുലഖസ്, അൽ കലിമാത്തു റഈസിയ, ഇതായിരിക്കും നമ്മൾ പറയുന്നത് ഇൻഷാ അല്ലാഹ്. അതിലാദ്യത്തത് ഉൻവാനുൽ ബഹ്സ്. ഞാൻ നമ്മളെ കുട്ടികളോട് പറയാറുണ്ട്, ഉൻവാനുൽ ബഹ്സ് ഇത് നമ്മളൊരു ആർട്ടിക്കിൾ എഴുതുന്ന ഉൻവാനാണ്. ഇതേ ഉൻവാൻ തന്നെയാണ്. ഇത് ഇത്തരത്തിൽ ഉൻവാൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മൾ പിന്നീട് MA-യുടെ ഡെസർട്ടേഷൻ എഴുതുന്ന സമയത്ത് നമ്മളൊരു ഉൻവാൻ എഴുതണം. അത് അല്ലെങ്കിൽ ഡിഗ്രിയുടെ പ്രോജക്റ്റ് വെക്കുന്ന സമയത്ത് നമ്മളൊരു ഉൻവാൻ എഴുതണം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഒരു 4-5 വർഷം കഴിയുമ്പോൾ നമ്മളൊരു തിസീസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയും നമ്മളൊരു ഉൻവാൻ എഴുതണം. അങ്ങനെ ഉൻവാനുകൾ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഏറ്റവും നല്ല ഉൻവാൻ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ആളാണ് ഏറ്റവും നല്ല അക്കാദമിക് രംഗത്ത് വളരെ സംക്ഷിപ്തമായി കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ആള് എന്ന് പറയുന്നത്. നല്ല ഉൻവാൻ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ആളിനാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രോജക്റ്റിന് ചെയ്യുന്ന ഉൻവാൻ, MA-യുടെ ഡെസർട്ടേഷന് ചെയ്യുന്ന ഉൻവാൻ, PhD-ക്ക് ചെയ്യുന്ന ഉൻവാൻ, ഈ ഉൻവാനുകൾ നമ്മുടെ മനസ്സിലിരിക്കുകയും വേണം. ഏതുപോലെ ഇപ്പൊ ഡെസർട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞാണ്. ആ കുഞ്ഞിന്റെ പേര്, ഇപ്പൊ ഉദാഹരണത്തിന് അൻവർ മാഷെ നിങ്ങളുടെ കുഞ്ഞിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോ അത് അബൂബക്കർ അല്ലെങ്കിൽ അബ്ദുള്ള അല്ലെങ്കിൽ ആമിന എന്ന് പെട്ടെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ പ്രോജക്റ്റിന്റെയും അതുപോലെ MA-യുടെ റിസാലയുടെയും അതുപോലെ PhD തിസീസിന്റെയും ഒക്കെ ഉൻവാൻ പെട്ടെന്ന് പറയാൻ സാധിക്കണം. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അങ്ങനെയുള്ള പേരായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. അല്ലാതെ മാഷിന്റെ കുഞ്ഞിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത് എന്ന് പറഞ്ഞ് ആലോചിച്ചിട്ടല്ല നമ്മൾ പറയുന്നത് എന്നതുപോലെ ആവണം ഈ തിസീസിന്റെ. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഞാൻ പറയുന്നു, തിസീസ് എന്ന് പറയുന്നത് അതുപോലെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്, റിസാല എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞാണ്. നമ്മൾ ഒരിക്കലും ആശുപത്രിയിൽ പോയിട്ടോ അല്ലെങ്കിൽ അയൽവക്കത്ത് ചെന്നിട്ടോ അവിടെ ഉള്ള ഒരു കുട്ടിയെ നമ്മുടെ കയ്യിൽ എടുത്തു വെച്ചുകൊണ്ട് ഇതെന്റെ കുഞ്ഞാണ് എന്നൊരിക്കലും പറയില്ല. അതുപോലെ തന്നെ ChatGPT എഴുതിയ ഒരു ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ AI-യിലുള്ള മറ്റേതെങ്കിലും ഒരു സംഗതി നമുക്ക് തയ്യാറാക്കി തന്ന ഒരു ആർട്ടിക്കിളിനെ കുറിച്ച് ഇത് എന്റെ കുഞ്ഞാണ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ എന്തെല്ലാം പാകപ്പിഴകൾ ഉണ്ടായാലും നമ്മൾ സ്വന്തമായി തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനമായി നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഉൻവാനുൽ ബഹ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം നമ്മൾ എഴുതുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി കോൺഫറൻസ് നടത്തുന്ന നമ്മുടെ അധ്യാപകർ, അതിന്റെ കോർഡിനേറ്റേഴ്സ് നമുക്ക് ഒരു ടൈറ്റിൽ തന്നിട്ടുണ്ടാവും. മീൻസ് ഈ സെമിനാറിന് ഒരു ടൈറ്റിലുണ്ട്. ആ സെമിനാറിന്റെ കീഴില് കുറെ മഹാവറുകൾ നൽകിയിട്ടുണ്ട്. ആ മഹാവറുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ എടുക്കുന്നത്. ഈ തന്നിരിക്കുന്ന മഹാവറുകളുമായി യാതൊരു പുലബന്ധവും ഇല്ലാത്ത ഒരു സബ്ജക്ട് ദയവ് ചെയ്ത് എടുക്കരുത്. നമ്മളെ മെഹവറുമായിട്ട് കഴിയുന്ന പരമാവധി ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. അങ്ങനെ മെഹവറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള തീമുകളുമായി, അതിന് സബ് തീംസ് എന്നാണ് പറയുന്നത്, ആ തീമുമായി ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ എടുത്തു കഴിയുന്ന സമയത്ത് നമ്മൾ അതിനെന്ത് ചെയ്യും, ഒരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണ്. അവിടെ ടൈറ്റിലില് ഹുവ, ഈ ടൈറ്റിലാണ് ഹുവ അവ്വലുമായ റാഹുൽ ഖാരിഹു, ഒരു വായനക്കാരൻ ആദ്യമായി കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കയറി നിന്നിട്ട് നമ്മൾ ഫസ്റ്റ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കയറുന്നതിന് മുന്നേ തന്നെ നമ്മളെ
പിന്നെ റഈസുൽ ജൽസ വിളിക്കുന്നത് തന്നെ ഈ ഉൻവാൻ പറഞ്ഞിട്ടാണ്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ആള് ആദ്യമായിട്ട് കേൾക്കുന്നത് നമ്മുടെ പേരിന്റെ മുന്നേ ഒരുപക്ഷെ ഈ ആർട്ടിക്കിളിന്റെ പേരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അവതരിപ്പിക്കുന്ന മക്കാലയുടെ പേരായിരിക്കും പറയുന്നത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ആള്, വായനക്കാരൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ ഉൻവാനാണ്. ഈ ഉൻവാൻ കേൾക്കുമ്പോ, ടൈറ്റിൽ കേൾക്കുമ്പോ അവന് ഇത് ശ്രദ്ധിക്കണോ എന്ന്, ഇത് ഞാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് വായനക്കാരന്റെ മനസ്സിൽ, കേൾവിക്കാരന്റെ മനസ്സിൽ തോന്നുന്ന രീതിയിലുള്ള ഉൻവാനായിരിക്കണം എന്ന് കരുതിയിട്ട് ആർട്ടിക്കിളുകളുടെയും അതുപോലെ തിസീസുകളുടെയും അതുപോലെ റിസാലകളുടെയും പ്രോജക്റ്റിന്റെയും ഒക്കെ ടൈറ്റിൽ എടുക്കുന്ന സമയത്ത് കാൽപ്പനികമാവാൻ പാടില്ല. ഉദാഹരണത്തിന് ഇപ്പൊ മരുഭൂമി പരാമർശിച്ചിട്ടുള്ള നോവലുകൾ, അറബി നോവലുകളെ കുറിച്ച് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുകയാണ്. എങ്ങനെ മരുഭൂമി പരാമർശമായി വന്നിട്ടുള്ള അറബി നോവലുകൾ, ആ നോവലുകളിൽ എങ്ങനെയാണ് ആ എഴുത്തുകാർ, നോവലിസ്റ്റുകൾ മരുഭൂമിയെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് എഴുതുന്ന സമയത്ത് ഒരാള് അതിന്റെ ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് കാൽപ്പനികമായ ടൈറ്റിൽ, അപ്പോ മരുപ്പച്ച, ഇങ്ങനെ അതുപോലുള്ള വാക്കുകൾ, അല്ലെങ്കിൽ മരുഭൂമിയിലെ ജീവിതം, ഇങ്ങനെയൊന്നും എന്ത് ചെയ്യരുത്, കാൽപ്പനികമായ ടൈറ്റില് ഒരു കാരണവശാലും തിസീസുകൾക്കും റിസാലകൾക്കും പ്രോജക്റ്റുകൾക്കും നമ്മൾ കൊടുക്കാൻ പാടില്ല, മക്കാലകൾക്കും കൊടുക്കാൻ പാടില്ല. അപ്പോ കേൾവിക്കാരൻ ആദ്യമായി കാണുന്നത് അതിന്റെ ടൈറ്റിലാണ്. ടൈറ്റിൽ വളരെ നന്നായിരിക്കണം. വഹുവ ആഖിറു ജുസ്ഇൻ യക്തുബുൽ മുഅല്ലിഫ് ബഅദൽ മുലഖസ്. ഈ മുലഖസ് തയ്യാറാക്കിയതിന് ശേഷമാണ്, അതായത് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന സംഗതികൾ നമ്മൾ എഴുതി വെച്ചതിന് ശേഷം, ആ മുലഖസ് തയ്യാറാക്കിയതിന് ശേഷം, അതിന്റെ ഏറ്റവും അവസാനത്തിലാണ് ഉൻവാൻ. എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിഷയം നമ്മുടെ മനസ്സിലേക്ക് വന്നു, ആ വിഷയത്തിന്റെ ടൈറ്റിൽ നമ്മൾ സ്ഫുടം ചെയ്താണ് എഴുതുന്നത്. വിഷയം എന്ന് പറയുന്നത് ഒന്നാണ്, ഉൻവാൻ എന്ന് പറയുന്നത് മറ്റൊന്നാണ്. നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഒരു വിഷയം, ഇപ്പൊ ഉദാഹരണത്തിന് എടവണ്ണ ജാമിഅ നദ്വിയ അറബി ഭാഷ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സംഭാവനകൾ, മുസാഹമാത്തു ജാമിഅ നദ്വിയ എടവണ്ണ ഫിദ് ദിറാസാത്തിൽ അറബിയ, അറബി സ്റ്റഡീസിന് ജാമിഅ നദ്വിയ നൽകിയിട്ടുള്ള സംഭാവന. അതല്ല എങ്കിൽ അവിടുത്തെ ജാമിഅ നദ്വിയിലെ സ്റ്റുഡൻസ്, മുസാഹമാത്തു തുല്ലാബി ജാമിഅ നദ്വിയ ബി എടവണ്ണ ഫിദ്ദിറാസാത്തിൽ അറബിയ, അവിടെ ഫിദ്ദിറാസാത്തിൽ അറബിയ, ഫിദ്ദിറാസാത്തിൽ ഇസ്ലാമിയ, ഇങ്ങനെയൊക്കെ കൊടുക്കാം. എന്തായാലും നമ്മൾ കൊടുക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ഐ യക്കൂന, ആ ടൈറ്റിൽ അതിന്റെ നിബന്ധനയാണ് കൊടുത്തിരിക്കുന്നത്, ഐ യക്കൂന ജാമിഅൻ വമാനിഅൻ, അത് ജാമിഉം മാനിഉമായിരിക്കണം. ആ ഉൻവാനിൽ ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളണം, എന്നാൽ ഉൻവാനിൽ വരാൻ പാടില്ലാത്തത് അത് ഒരു കാരണവശാലും അതിനകത്ത് വരികയും ചെയ്യരുത്. അങ്ങനെ ജാമിഉം മാനിഉമായ ഒരു ഉൻവാനായിരിക്കണം. 2, അയ്യകൂന വാളിഹൻ, വ്യക്തമായ വാക്കുകളായിരിക്കണം അതിനകത്ത് ഉപയോഗിക്കേണ്ടത്. അതായത് അൽ കലിമാത്തുൽ ബസീത വസഹിലൽ ഹിഫ്ൾ, അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നതും. ഇനി ഒരാളുടെ തിസീസ് പിന്നെ ടൈറ്റിൽ നോക്കുന്ന സമയത്ത് ആ ടൈറ്റിലുള്ള വാക്കുകൾ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആള്, അല്ലെങ്കിൽ പിന്നെ അവിടെ റഈസുൽ ജൽസ, പിന്നെ അടുത്ത ഒരു ഒരു മുഅ്ജം നോക്കേണ്ടുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥ വരരുത്. അതുകൊണ്ട് തന്നെ ടൈറ്റിലിൽ കൊടുക്കുന്ന വാക്കുകൾ ബസീത്തായ പദങ്ങളായിരിക്കണം, വളരെ സഹലുൽ ഹിഫ്ൾ ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളായിരിക്കണം നമ്മൾ ടൈറ്റിലിൽ കൊടുക്കേണ്ടത്. ഞാൻ തമാശ രൂപത്തിൽ പറയാറുണ്ട്, പിന്നെ നമ്മുടെ ശശി തരൂറിന്റെ ഇംഗ്ലീഷ് വാക്കുകൾ പോലുള്ള വാക്കുകൾ എവിടെ കൊടുക്കാതിരിക്കുക, ഉൻവാനുൽ ബഹസിൽ കൊടുക്കാതിരിക്കുക, ടൈറ്റിലിൽ കൊടുക്കാതിരിക്കുക. അടുത്തത് ഐ യകൂന വസ്ഫിയ. ആ യകൂന വസ്ഫിയ എന്ന് പറഞ്ഞാൽ മുഅബ്ബിറൻ ലി മഅനൻ കാമിൽ. ടൈറ്റിൽ കേട്ടപ്പോഴേ തന്നെ കേട്ടോണ്ടിരിക്കുന്ന ആളുകൾ വല്ലാത്ത ചിത്തഭ്രമത്തിലായിപ്പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അവർക്ക് ആ ടൈറ്റിലിൽ നിന്ന് കാര്യം മനസ്സിലാവണം. നമ്മുടെ ഈ പ്രസന്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ആള് അവതരിപ്പിക്കുന്ന വിഷയം ഇന്നതാണ് എന്ന് അവർക്ക് കിട്ടണം, എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ആയിരിക്കണം നമ്മൾ അവതരിപ്പിക്കേണ്ടത്, ആ ടൈറ്റിലായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഐ യകൂന വസ്ഫിയ മുഅബ്ബിറൻ ലി മഅനൻ കാമിൽ. അടുത്തത് ഐ യകൂന മൂജസ, അതായത് എന്ന് പറഞ്ഞാൽ വളരെ സുദീർഘമായത്. ആ ടൈറ്റിൽ തന്നെ നോക്കുമ്പോ ഒരു പാരാഗ്രാഫ് ഉണ്ട്,
ഒരു കാരണവശാലും അങ്ങനെ വരരുത്. വളരെ ചുരുങ്ങിയ വാക്കുകളായിരിക്കണം ഉൻവാനുൽ ബഹസിൽ ഉണ്ടാവേണ്ടത്. അടുത്തത് അൻ തജന്നബൽ മുസ്തലഹാത്തി അസ്സഖീല വൽ ഇഖ്തിസാറാത്തി തഖ്നിയ അൽ-ലുഗത്തുൽ ഫുസ്ഹ. അതായത് നമ്മള് ഉൻവാനുൽ ബഹസിൽ നമ്മൾ എഴുതേണ്ടത് ഫുസ്ഹയായ ലാംഗ്വേജ് ആയിരിക്കണം. ഒരു കാരണവശാലും ടെക്നിക്കൽ പദങ്ങളൊന്നും ഉൻവാനുൽ ബഹസിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പക്ഷേ നമുക്കൊരു ടെക്നിക്കൽ വേർഡ് കൊടുത്തേ പറ്റുള്ളൂ. ആ ടെക്നിക്കൽ വേർഡിനെ കുറിച്ചാണ് നമ്മൾ തിസിസ് എഴുതുന്നത് അല്ലെങ്കിൽ നമ്മുടെ മക്കാല എഴുതുന്നത് എങ്കിൽ നമുക്ക് കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അതിന്റെ മീനിങ് അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ നമ്മൾ അതിന്റെ മീനിങ് പറയണം. അങ്ങനെ നിർബന്ധാവസ്ഥയിൽ അല്ലാതെ കുറെ ടെക്നിക്കൽ വാക്കുകൾ കൊണ്ട് സമാഹരിച്ചിട്ടുള്ള നിരത്തി വെച്ചിട്ടുള്ള ഒരു ഉൻവാനായി നമ്മുടെ ഉൻവാൻ മാറരുത്. അപ്പൊ എപ്പോഴും അതിൽ ഉപയോഗിക്കേണ്ടത് അൽ-ലുഗത്തുൽ ഫുസ്ഹ. അടുത്തത് അയകൂന ഖാലിയൻ മിനൽ അഖ്താഇൽ ഇംലാഇയ്യ. ആ ഉൻവാനുൽ ബഹസിൽ തെറ്റുണ്ടാവരുത്. അത് ഇഅറാബിയായ തെറ്റും ഉണ്ടാവരുത്, ഇംലാഇയായ തെറ്റും ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ കേൾക്കുന്ന ആളുകൾ വിചാരിക്കും അവരിൽ നിഫ്രത്ത് ഉണ്ടാവും. മീൻസ് ആ ഉൻവാൻ തന്നെ ഇറാബ് തെറ്റാണ്, അപ്പൊ ഇനി അവന്റെ പേപ്പർ ഇതിന്റെ വല്ലാത്ത അവസ്ഥയിലായിരിക്കും എന്ന് അവർ ചിന്തിച്ചു പോകും. അത് ഉണ്ടാവാതെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, ഒരു ടൈറ്റിലിൽ പ്രധാനമായി വരേണ്ടുന്ന 3 കാര്യങ്ങൾ. അൽ അനാസുറുൽ അസാസിയ ലി ഉൻവാനിൽ ബഹസ് സലാസ. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന് അൽ മഫ്ഹൂമു ദഖീഖ്, മറ്റൊന്ന് മജാലു ദിറാസ, അടുത്തത് അൽ ഇത്താറുൻ നദരി. അൽ മഫ്ഹൂമു ദഖീഖ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതലം, മജാലു ദിറാസ പഠന മേഖല, മറ്റൊന്ന് അൽ ഇത്താറുൻ നദരി എന്ന് പറയുന്നത് നമ്മൾ ഏത് സിദ്ധാന്തം അനുസരിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ആ സൈദ്ധാന്തിക വശമാണ് അൽ ഇത്താറുൻ നദരി. ഞാൻ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നു, നോക്കൂ. അൽ ഖലായൽ ഇജ്തിമാഇയ്യ ഫി അഅമാലി അഹ്മദ് ഷൗഖി ദിറാസ തഹ്ലീലിയ. അഹമ്മദ് ഷൗക്കിയുടെ കൃതികളിൽ, ഇതിപ്പോ PhDക്കും മറ്റുമൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഇതിൽ നിന്ന് നമ്മളിപ്പോ നമ്മുടെ ഇതിലേക്ക് ആർട്ടിക്കിളുകളിലേക്ക് വരുന്ന സമയത്ത് അഹമ്മദ് ഷൗക്കിയുടെ ഏതെങ്കിലും ഒരു കവിത പറയുന്നു. ആ കവിതയിൽ പരാമർശിച്ചിട്ടുള്ള അൽ ഖലായ അൽ ഇജ്തിമായി, എനിക്കൊന്ന് ബുർദ എന്ന് പറയുന്ന ഒരു കവിതയുണ്ടെന്നാണ് തോന്നുന്നത് അഹമ്മദ് ഷൗക്കിക്ക്. അപ്പൊ അതിനകത്ത് പറയുന്ന ഖലായ ഇജ്തിമാഇയ്യ നോക്കൂ. ഇവിടെ ഓരോന്നിനെ ഞാൻ സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഉൻവാനിൽ വരേണ്ടുന്ന 3 സംഗതികൾ എന്ന് പറയുന്നത് അൽ മഫ്ഹൂമു ദഖീഖ്, മജാലു ദിറാസ, അൽ ഇത്താറുൻ നദരി. അതില് ഈ പറഞ്ഞ ടൈറ്റിലിൽ വന്നിരിക്കുന്ന സൂക്ഷ്മതലം എന്ന് പറയുന്നത്, അതായത് അഹമ്മദ് ഷൗക്കിയുടെ കൃതികളാണ് നമ്മൾ പഠന വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ അഹമ്മദ് ഷൗക്കിയുടെ ബുർദ എന്ന് പറയുന്ന കവിതയാണ് എടുക്കുന്നതെങ്കിൽ അതാണ് നമ്മുടെ പഠന മേഖല. ഇനി അതിനകത്ത് നിന്ന് നമ്മൾ പഠിക്കുന്നത് എന്താ? അൽ ഖലായൽ ഇജ്തിമാഇയ്യാണ്, സാമൂഹിക ഇഷ്യൂസ് ആണ്, സോഷ്യൽ ഇഷ്യൂസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി കുടുംബം, ഒരു ഉദാഹരണത്തിന് അൽ ഖലായൽ ഉസരിയ്യ ഇങ്ങനെ എടുക്കാം, അൽ ഖലായ അസിയാസിയ, ഇങ്ങനെ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ടൈറ്റിലുകൾ എടുക്കാൻ സാധിക്കും. അത് എവിടെ ഉള്ള എന്ന് പറയുന്നതാണ് അതിന്റെ നമ്മുടെ പഠന മേഖല എന്ന് പറയുന്നത്. അപ്പൊ അൽ ഖലായൽ ഇജ്തിമാഇയ്യ എന്ന് പറയുന്നത് സൂക്ഷ്മതലമാണ്, അഅമാലു അഹമ്മദ് ഷൗഖി എന്ന് പറയുന്നത് പഠന മേഖലയാണ്, ദിറാസ തഹ്ലീലിയ എന്നതാണ് സൈദ്ധാന്തിക വശം. എനിക്ക് തോന്നുന്നു അത് വളരെ ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അടുത്തത് മുലഖസിലേക്ക് വരികയാണ്, നമ്മുടെ അബ്സ്ട്രാക്റ്റിലേക്ക് വരികയാണ്. അബ്സ്ട്രാക്ട് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തിനാണ് നമ്മൾ അബ്സ്ട്രാക്ട് എഴുതുന്നത് നമ്മുടെ നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. അൽ ഗർദുൽ ഹഖീഖി മിനൽ മുലഖസ്, അബ്സ്ട്രാക്ട് തയ്യാറാക്കുന്നത് കൊണ്ടുള്ള വളരെ അടിസ്ഥാനപരമായ ഉദ്ദേശം എന്ന് പറയുന്നത് കമാഫിൽ ഉൻവാനിൽ ഉള്ളതുപോലെ തന്നെ ഹുവ ജഅലുൽ അഷ്ഖാസിൽ മുനാസിബീന യഖറഊന മഖാലതക്. ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ നമ്മുടെ ആർട്ടിക്കിള് വായിക്കുന്നതിനെ പ്രേരിപ്പിക്കുന്നതാകണം മുലഖസ്. അതായത് ഇപ്പോ നമ്മള് ഒരു കടയിൽ ചെന്ന് പുസ്തകം വാങ്ങാൻ വേണ്ടി ചെല്ലുന്ന ആള് അവിടെ ഇരിക്കുന്ന പുസ്തകങ്ങളെല്ലാം ഇങ്ങനെ കണ്ടിട്ട് അതിന്റെ കെട്ടും മട്ടും നോക്കിയിട്ടല്ല വാങ്ങുന്നത്. ആദ്യം അതിന്റെ ടൈറ്റിൽ നോക്കും. ആ ടൈറ്റിൽ ആകർഷകമാണെങ്കിൽ അതിന്റെ ഏറ്റവും പുറകിൽ കൊടുത്തിരിക്കുന്ന, അതിന്റെ കവർ പേജിന്റെ ഏറ്റവും പുറകിൽ കൊടുത്തിരിക്കുന്ന അബ്സ്ട്രാക്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. ആ അബ്സ്ട്രാക്ട് വായിച്ചു നോക്കുന്നതോടുകൂടി
ഇത് കൊള്ളാം, ഈ പുസ്തകം കൊള്ളാം. നമ്മൾ എന്തിനൊക്കെയാണ് നമ്മൾ പിന്നെ അബ്സ്ട്രാക്ട് എഴുതുന്നതെന്ന് നേരത്തെ പറയേണ്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതായത് അബ്സ്ട്രാക്ട് തയ്യാറാക്കുന്ന ഇത്തരത്തിൽ സെമിനാർ പ്രസന്റേഷന് അബ്സ്ട്രാക്ട് തയ്യാറാക്കും. അതുപോലെ ജേണലുകളിലേക്കും മറ്റുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എഴുതുന്ന ആർട്ടുകൾ പിന്നെ അബ്സ്ട്രാക്ട് തയ്യാറാക്കും. പുസ്തകം എഴുതുന്ന സമയത്ത് അതിന് അബ്സ്ട്രാക്ട് തയ്യാറാക്കണം. നമ്മുടെ പ്രോജക്റ്റ് വർക്കിന് അബ്സ്ട്രാക്ട് തയ്യാറാക്കണം. റിസാലയ്ക്ക് അബ്സ്ട്രാക്ട് തയ്യാറാക്കണം. അതുപോലെ തിസീസിന് മുന്നേ നമ്മൾ ഒരു അബ്സ്ട്രാക്ട് തയ്യാറാക്കണം. ഇങ്ങനെ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ അബ്സ്ട്രാക്റ്റ് ആണ് വായനക്കാരനെ, അല്ലെങ്കിൽ നമ്മൾ ഇതിപ്പോ ഈവൻ തിസീസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ മക്കാല ആണെങ്കിൽ പോലും, ആ മക്കാല വായിച്ചിട്ട് വിലയിരുത്താൻ വേണ്ടി കൊടുക്കുന്ന ആളിന് നമ്മൾ ആദ്യം അബ്സ്ട്രാക്ട് കൊടുക്കും. അബ്സ്ട്രാക്ട് കൊടുത്തിട്ട് ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ ആർട്ടിക്കിൾ കൊടുക്കുന്നത്. അയാൾ അബ്സ്ട്രാക്ട് വായിക്കുമ്പോഴേ തന്നെ ഇനി ആർട്ടിക്കിൾ വായിച്ചിട്ട് കാര്യമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തരുത്. അപ്പോൾ അബ്സ്ട്രാക്ട് ജനങ്ങളെ അല്ലെങ്കിൽ വായനക്കാരനെ ആകർഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം അബ്സ്ട്രാക്ട്. هو جعل الاشخاص المناسبين يقرؤون مقالتك يقدم الملخص وصفا موجزا لمنظور الورقه والغرض منها. നമ്മൾ ഈ പേപ്പറിലൂടെ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സ്, അതുപോലെ പേപ്പറിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം ഇന്നതാണ് എന്ന് അബ്സ്ട്രാക്ട് നമുക്ക് പറഞ്ഞു തരണം. അല്ലെങ്കിൽ നമ്മുടെ അബ്സ്ട്രാക്ട് വായിക്കുന്ന ആളിന് പറഞ്ഞു കൊടുത്തിരിക്കണം. ഇതാണ് അബ്സ്ട്രാക്ട്. യുഖദ്ദിമുൽ മുലഖസ് വസ്ഫൻ മൂജസൻ ലിമൻളൂരിൽ വറഖ വൽ ഗർദ് മിൻഹ യജിബു അൻ യകൂന മുലഖസൻ. അതുകൊണ്ട് തന്നെ ഈ അബ്സ്ട്രാക്ട് അത് ഷോർട്ടായിരിക്കണം, മുലഖസ് ആയിരിക്കണം, മുസ്തഖില്ലൻ ലിൽ വറഖ. അത് സ്വന്തമായി മറ്റൊന്നിനോട് കണക്ട് ചെയ്തിട്ടല്ല. അബ്സ്ട്രാക്ട് എഴുതുന്ന സമയത്ത് ഇങ്ങനെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ, അല്ലെ കമാ ഖുൽതു മിൻ ഖബൽ കമാ ദക്കർതു മിൻ ഖബൽ, ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യരുത്. അല്ലെങ്കിൽ ഇന്ന ആർട്ടിക്കിളിൽ സംസാരിച്ചിട്ടുള്ളതുപോലെ, മുമ്പൊരു ആർട്ടിക്കിളിൽ ഞാൻ എഴുതിയതുപോലെ, ഇങ്ങനെ ഒന്നും എന്ത് ചെയ്യരുത്, പറയരുത്. അത് സ്വയം നിലനിൽക്കുന്ന ഒരു ഏറ്റവും മുലഹസായ ഷോർട്ടായിട്ട് പറയുന്ന ഒരു സംഗതിയാണ് മുലഹസ്, പിന്നെ മക്കാലയുടെ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അത് യുഗത്തി അൽ മൗദൂഅത്തി താലിയ, താഴെ പറയുന്ന 3 പ്രധാനപ്പെട്ട സംഗതികൾ ഈ അബ്സ്ട്രാക്റ്റിനകത്തുണ്ടാകും. ഒരൊറ്റ പാരഗ്രാഫ്, അതായത് 250 മുതൽ 400 വരെ ഉള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അബ്സ്ട്രാക്ട് എഴുതുന്നത്. ചില സ്ഥലങ്ങളിൽ അബ്സ്ട്രാക്ട് ഇത്ര പദങ്ങൾ ഉണ്ടാവണമെന്നും അതിനകത്ത് ഇന്ന ഇന്ന സംഗതികൾ വരണമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ മക്കാലയുടെ അബ്സ്ട്രാക്റ്റും അതുപോലെ പിന്നെ തിസീസിന്റെ അബ്സ്ട്രാക്റ്റും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. തിസീസിന്റെ അബ്സ്ട്രാക്റ്റിനകത്ത് തീർച്ചയായിട്ടും നമ്മൾ പിന്നെ അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ചാപ്റ്ററുകളുടെ പേരൊക്കെ പറയും. എന്നാൽ നമ്മൾ എഴുതുന്ന ഈ മക്കാലയ്ക്ക് ആർട്ടിക്കിളിന് എഴുതുന്ന അബ്സ്ട്രാക്റ്റിനകത്ത് ഒരു കാരണവശാലും അതിനൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പറയുന്ന 3 കാര്യങ്ങളാണ് വരേണ്ടത്. ഒന്ന് അൽ ഹൽഫിയ ഐ അദ്ദവാഫിഉ ഔ അസ്സിയാഖ്. നോക്കൂ, നമ്മളെ ഈ ആർട്ടിക്കിള് എഴുതാൻ പ്രേരിപ്പിച്ച സംഗതി, ഈ അബ്സ്ട്രാക്ട് എഴുതാൻ പ്രേരിപ്പിച്ച സംഗതി അല്ല. നമ്മൾ ഇനി ഈ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് മറ്റൊന്നിന്റെ മുൻപേ നടക്കുന്ന ഒരു സംഗതിയാണ്, മുന്നേ കടന്നു പോകുന്ന സംഗതിയാണ്. ആ മറ്റൊന്നെന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ ഇനി പിന്നാലെ വരുന്ന ഈ ആർട്ടിക്കിൾ എഴുതാൻ എന്നെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട സംഗതി എന്താണ്, അതിന്റെ പിന്നാമ്പുറം എന്താണെന്നുള്ളതാണ് അൽ ഹൽഫിയ ഐ അദ്ദവാഫിയ അസ്സിയാഖ് എന്ന് പറയുന്നത്. അത് 3 പദങ്ങൾ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദവാഫിയ. ഇനി അൽ ഹദഫ്, ഈ പിന്നെ ആർട്ടിക്കിൾ കൊണ്ടുള്ള ലക്ഷ്യമാണ്. നമ്മൾ അൽ അവറാളാണ്, അവിടെ ഒബ്ജക്റ്റീവ്സ് ആണ് അബ്സ്ട്രാക്റ്റിൽ പറയുന്ന രണ്ടാമത്തെ സംഗതി. എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു ഇഷ്യൂ ഉണ്ട്, ആ ഇഷ്യൂ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ആർട്ടിക്കിൾ എഴുതുകയാണ്. അപ്പൊ ആ ഇഷ്യൂവിനെ ഒന്ന് വിവരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. നോക്കൂ, ഇപ്പൊ ഉദാഹരണത്തിന് ജാമിയ നദവിയ എന്നാണ് സ്ഥാപിതമായെന്ന് എനിക്കറിയില്ല, എന്നാലും കുറെ വർഷം പഴക്കമുള്ളതാണ്. ഇത്രയും പഴക്കമുള്ള ഒരു സ്ഥാപനത്തിന്റെ ഈ അറബി ഭാഷാ രംഗത്തുള്ള സംഭാവനയെ കുറിച്ച് അധികം ആളുകൾ ആരും കൈകാര്യം ചെയ്യുകയോ പറയുകയോ എഴുതി കാണുകയോ ചെയ്തില്ല. ഇത് നമ്മുടെ മുന്നിലുള്ള ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, അഡ്രസ് ചെയ്യാണ്. നമ്മൾ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ എഴുതുന്ന ആർട്ടിക്കിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ പിന്നെ ദവാഫി പറയാണ്, ഇത് നമ്മളെ ഇതിലേക്ക് പ്രേരിപ്പിച്ച സംഗതി. അതായത് ജാമിയ നദ്വിയ എന്ന് പറയുന്ന സ്ഥാപനം
ഇത്ര വർഷം ആയി സ്ഥാപിതമായിട്ട്. അതിൽ നിരവധി സംഭാവനകൾ ചെയ്ത് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ആ സംഭാവനകളൊന്നും ഇന്ന് പിന്നെ എഴുത്ത് രൂപത്തിലോ ഒരു ആർട്ടിക്കിൾ രൂപത്തിലോ തിസീസ് രൂപത്തിലോ മക്കാല രൂപത്തിലോ നമ്മൾ പുറത്തു വന്ന് കണ്ടില്ല. അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എന്റെ ഈ ആർട്ടിക്കിൾ എഴുതുന്നത്. അപ്പൊ ഈ ഒരു സംഗതി നമ്മൾ നമ്മുടെ മുലഹസിന്റെ സ്ഥലത്ത്, അബ്സ്ട്രാക്റ്റിന്റെ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, പറയുന്നു. ഇനി ഈ നമ്മൾ തയ്യാറാക്കുന്ന മക്കാല ഏത് മെത്തഡോളജി അനുസരിച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് അൻ-നഹ്ജ് അല്ലെങ്കിൽ അത്വരീഖ ഐ അത്തുറുഖ് അൽ ഇജ്റാഅത്ത്. ഏതെല്ലാം രംഗങ്ങളിലൂടെ, ഇപ്പൊ ഉദാഹരണത്തിന് ബയാനിയാണ്, ഞാൻ ഇതിനകത്ത് ബയാനിയായ പിന്നെ വിവരണമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ ക്രിറ്റിസിസമാണ്, ക്രിട്ടിക്കൽ മൈൻഡിലൂടെയാണ് ഞാൻ ഈ ആർട്ടിക്കിൾ തയ്യാറാക്കുന്നത്. അതല്ല എങ്കിൽ ഇനി ചെറിയ, ഇപ്പൊ ഉദാഹരണത്തിന് ജാമിയ നദ്വിയയിലെ BA പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അറബി ഭാഷയിലുള്ള കഴിവിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അവരുടെ എഴുത്തിന്റെ ശൈലികളെ കുറിച്ചാണ്, അല്ലെങ്കിൽ അവരുടെ അറബി ഭാഷാ പഠനത്തിന് വേണ്ടിയിട്ട് ഈ ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ, അതായത് അൽ വസാഇലു തഅലീമിയ അവരെത്രത്തോളം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന ജവ്വാല്, അവരുടെ മൊബൈൽ അറബി ഭാഷാ പഠനത്തിന് എത്രത്തോളം അവരെ സഹായിക്കുന്നു. ഇതിന് നമ്മൾ ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്നു. എന്നിട്ട് അപ്പോ നമ്മൾ പറയുന്നത്, ഞാൻ ക്വസ്റ്റ്യനെയറിൽ കൂടി പിന്നെ വിവരങ്ങൾ കുട്ടികളിൽ നിന്ന് ശേഖരിച്ചിട്ട് അത് അനലൈസ് ചെയ്തിട്ടാണ് എന്റെ ഈ ആർട്ടിക്കിൾ തയ്യാറാക്കുന്നത്. അതാണ് അതിന്റെ നഹ്ജ് എന്ന് പറയുന്നത്, ത്വരീഖ എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ ഇനി ജാമിയ നദ്വിയയുടെ സംഭാവനയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജാമിയ നദ്വിയയിലെ കുട്ടികൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന തിസീസുകൾ, പ്രോജക്റ്റുകൾ, അതിനെ ഒന്ന് വിലയിരുത്തിയിട്ട് അതിനെ ഒന്ന് വായിച്ചതിന് ശേഷം അതിനനുസരിച്ച് അതിനെ വിലയിരുത്തി ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ അവതരണം എന്ന് പറയുന്നത് വസ്ഫിയാണ്. അതായത് ഓൾറെഡി കുട്ടികൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സംഗതികളെ നമ്മൾ വായിച്ചിട്ട് അതിന് നമ്മൾ വിവരിച്ചെഴുതുകയാണ്. അങ്ങനെ വിവിധ രൂപത്തിൽ നമ്മൾ നഹ്ജ്, നമ്മൾ മക്കാലകൾ തയ്യാറാക്കുന്നതിനുള്ള മെത്തഡോളജി നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ആ മെത്തഡോളജിയാണ് നമ്മൾ മൂന്നാമത് പറയുന്നത്. അപ്പോൾ ഒന്നാമത് പ്രസന്റ് കണ്ടീഷൻ, നമ്മുടെ ഈ ആർട്ടിക്കിൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിച്ച സംഗതി, ഈ ആർട്ടിക്കിളിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ഏതൊരു കാര്യമാണ് ജനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ഈ ആർട്ടിക്കിൾ തയ്യാറാക്കുന്നതിന് ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണ് എന്നുള്ളതാണ് മൂന്നാമത്തേത്. വളരെ സൂക്ഷ്മവും അതുപോലെ രത്നച്ചുരുക്കവുമായിരിക്കണം ഏത് മുലഹസ്. 250 മുതൽ 400 വരെയുള്ള പദങ്ങളാണ് സാധാരണഗതിയിലെ മുലഹസിന് അനുയോജ്യമായിട്ടുള്ളത്. ഇനി ഔ ഹസ്ബ ദലീലിൽ മുഅല്ലിഫീൻ ലിൽ മജല്ലത്തി അല്ലതി തുരീദു അൻ തൻഷുറഹ, നീ ഏതൊരു ജേണലിലാണോ നിന്റെ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു സെമിനാറിനാണോ നീ ആർട്ടിക്കിൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ സെമിനാറിന്റെ വക്താക്കൾ, അതിന്റെ കോർഡിനേറ്റേഴ്സ്, അത് നടത്തുന്ന ആളുകൾ, ഇപ്പൊ ജേണലാണെങ്കിൽ അതിന്റെ എഡിറ്റേഴ്സ്, അല്ലെങ്കിൽ ചീഫ് എഡിറ്റർ, അതിന്റെ മാനേജിംഗ് എഡിറ്റർ, അവരൊരു പിന്നെ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു പേജ് തയ്യാറാക്കിയിട്ടുണ്ടാവും. അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ടാവും മുലഹസ് ഇത്ര വാക്കുകളായിരിക്കണമെന്ന്. അതിനനുസരിച്ചുള്ള മുലഹസ് ആയിരിക്കും നമ്മൾ തയ്യാറാക്കേണ്ടത്. അടുത്തത് അൻ-നതായിജ്, ഖുലാസത്തുൻ നതായിജ് ഔ ആസാറുൽ ബഹ്സ്. അതായത് നമ്മൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ 1 or 2 സെന്റൻസ് നമ്മൾ ഈ പിന്നെ ആർട്ടിക്കിളിലൂടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന മീൻസ്, അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് നമ്മുടെ മുന്നിലുള്ള നതീജ വേണമെങ്കിൽ 1 or 2, അത് നിർബന്ധമില്ല, 1 or 2 സെന്റൻസ് വേണമെങ്കിൽ നമുക്ക് അവിടെ പറയാം. അതാണ് ഖുലാസത്തുൻ നതായിജ് വേണമെങ്കിൽ നമുക്ക് പറയാം. വേണമെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അറബി സ്ഥാപനങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒരാൾ പഠിക്കുന്നത്. അപ്പോ അൽ മുഅസ്സസാത്ത് അൽ അറബിയ ഫി മജാലി, അപ്പൊ മുസാഹമാത്തു, ഒന്നുകിൽ മുസാഹമാത്ത് അല്ലെങ്കിൽ ഇസ്ഹാമ പറയാണ്. ഇസ്ഹാമാത്തു അൽ മുഅസ്സസാത്ത് അൽ അറബിയ ഫി ദിറാസാത്ത് അൽ അറബിയ, ഇങ്ങനെ ഒരാൾ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോ ഇയാൾക്ക് ഈ മുഅസ്സസാത്തുകളെ കുറിച്ച് പ്രധാനപ്പെട്ട അറിവ് കിട്ടിയിരിക്കുന്നത് അബുൽ ഹസൻ അലി അൻ നദ്വി സാഹിബിന്റെ പിന്നെ അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് എന്ന് പറയുന്ന കൃതിയിലെ അതിന്റെ 3-ാമത്തെയോ 4-ാമത്തെയോ ചാപ്റ്ററിനകത്ത് ഇത്തരത്തിൽ മുഅസ്സസാത്തുകളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഉള്ള സമയത്ത്
ഞാൻ എന്റെ പഠനത്തിന് വേണ്ടിയിട്ട് അബുൽ ഹസൻ അലി നദ്വി സാഹിബിന്റെ ഈ പിന്നെ അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് എന്ന് പറയുന്ന കൃതിയെ കൂടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ പരാമർശിക്കുന്ന എന്ന രൂപത്തിൽ വേണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റയെ നമുക്ക് ഈ മുലഹസിനകത്ത് സൂചിപ്പിക്കാം. ഈ രണ്ടും, അതായത് നതായിജുൽ ബഹസും അതുപോലെ അൽ മവാദുൽ മുഹിമ്മയും കൊടുക്കാൻ നിർബന്ധമില്ല. വളരെ അത്യാവശ്യമുള്ള സമയത്ത് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതിനാണ് ആ 2 പോയിന്റും കൂടി അവിടെ സൂചിപ്പിച്ചത്. അടുത്തത്, ഏതൊക്കെ തരത്തിലുള്ള അക്കാദമിക് പിന്നെ റിസർച്ചുകളാണ് നടക്കുന്നതെന്ന്, ആർട്ടിക്കിളുകളാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അൽ ബഹ്സു തഹ്ലീലി, അൽ ബഹ്സു തഫ്സീരി, അൽ ബഹ്സുൽ മുഖാറൻ കമ്പാരിറ്റീവ് റിസർച്ച്, അൽ ബഹ്സുൽ ജദലി ആർഗ്യുമെന്റേറ്റീവ് റിസർച്ച്, ബഹ്സുൽ മുഷ്കിലത്തി വൽ ഹല്ല് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ റിസർച്ച്, ബഹ്സു സബബി വൽ അസർ കോസ് ആൻഡ് എഫക്ട് റിസർച്ച്. ഇങ്ങനെ നിരവധി റിസർച്ചുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് സ്വീകരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പിന്നെ ആർട്ടിക്കിള് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി ഈ പിന്നെ മുലഹസിന്റെ ഏറ്റവും അവസാനത്തിൽ അൽ കലിമാത്തുൽ മിഫ്താഹിയ എന്നെഴുതിയിട്ട് നമ്മൾ പ്രധാനപ്പെട്ട കീ വേഴ്സുകൾ നമ്മൾ എഴുതും. എന്തിനാണ് കീ വേഴ്സ് എഴുതുന്നത് അറിയോ? നമ്മുടെ തിസീസ് അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിക്കിള് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ സെമിനാർ പ്രസന്റേഷൻ ആവട്ടെ, അത് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ, അത് നെറ്റിലും മറ്റുമൊക്കെ അവൈലബിൾ ആക്കി കഴിയുമ്പോൾ, ഉദാഹരണത്തിന് നമ്മുടെ ഫാത്തിമ ഇവിടെ ഇരുന്നിട്ട് ഒരു ആർട്ടിക്കിൾ നമ്മൾ എഴുതി, ആ ആർട്ടിക്കിള് ഇപ്പോ മുസാഹമാത്തു ഉലമായി അല്ലെങ്കിൽ മുസാഹമാത്തു തുല്ലാബി അല്ല മുസാഹമാത്തു ഖിരീജി ജാമിഅ എടവണ്ണ ജാമിഅ നദ്വിയ ബി എടവണ്ണ ഫി ദിറാസാത്തിൽ അറബിയ എന്ന ടൈറ്റിൽ കൊടുത്തിരിക്കുകയാണ്. ഈ ടൈറ്റില് ഈ ഫാത്തിമ ഈ ആർട്ടിക്കിൾ എഴുതിയത് വെറുതെ ഫാത്തിമക്ക് വായിച്ച് പിന്നെ അവിടെ ഇരിക്കുന്ന ആളുകളെയൊക്കെ പിന്നെ ഒന്ന് പ്രകമ്പനം കൊള്ളിച്ച് അത് അവസാനിപ്പിക്കുക എന്നുള്ളതല്ല. ഭാവിയിൽ ഒരുപാട് ആളുകൾ ഈ ആർട്ടിക്കിളുകൾ വായിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ആർട്ടിക്കിൾ വായിക്കും. അങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പിന്നെ പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ ആർട്ടിക്കിള് ലോകത്തിന്റെ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും സെർച്ച് ചെയ്താൽ നമ്മുടെ ആർട്ടിക്കിൾ കിട്ടണം. എന്തിനെ കുറിച്ച് സെർച്ച് ചെയ്താൽ? ഇന്ത്യയെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആർട്ടിക്കിൾ കിട്ടണ്ട. ഇന്ത്യയെ കുറിച്ചും ഇന്ത്യയുടെ സാംസ്കാരിക വശങ്ങളെ കുറിച്ചും നോക്കുമ്പോൾ നമ്മുടെ ആർട്ടിക്കിൾ കിട്ടണ്ട. പകരം കേരളത്തിന്റെ, ഇപ്പൊ ജാമിഅ എടവണ്ണ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു പിന്നെ എന്താണ് ഒരു സ്വാധീനം ചെലുത്തിയിട്ടുള്ള, കേരളത്തിലെ വളരെ വിദ്യാഭ്യാസ മേഖലയിൽ അത്യാവശ്യം ശബ്ദത്തോടുകൂടി നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം അറബി ഭാഷയ്ക്ക് ചെയ്ത സംഭാവന എന്നതായിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കേരളത്തിന്റെ അറബി ഭാഷാ പഠനം, ഇനി മലപ്പുറത്തിന്റെ വിദ്യാഭ്യാസം ഒന്ന് കൊടുക്കുമ്പോ, അപ്പൊ തആലീമു മലപ്പുറം, ഇത്തരത്തിൽ നമ്മുടെ ജാമിഅ എടവണ്ണയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട പദങ്ങളൊക്കെ ഉപയോഗിച്ച്, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ആർട്ടിക്കിളിന്റെ പ്രധാനപ്പെട്ട കീവേഡ്സും, അപ്പൊ പിന്നെ ഖിരീജി ജാമിഅത്ത് എടവണ്ണ, ജാമിഅ നദ്വിയ ബി എടവണ്ണ, ഇങ്ങനെ ഉള്ള പ്രധാനപ്പെട്ട വാക്കുകൾ കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിപ്പോ ഗൂഗിളിലും മറ്റുമൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമല്ലോ പല വാക്കുകളും. ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഉദാഹരണത്തിന് ജാമിഅ എന്ന് പറയുന്ന പദത്തിന്റെ മീനിങ് നമുക്കൊന്ന് അറിയണം. ജാമിഅ നദ്വിയ നമ്മൾ ഒരുപാട് തവണ നമ്മൾ ഇങ്ങനെ പറയുകയാണ്. പക്ഷെ നമുക്ക് ജാമിഅ എന്ന് പറയുന്ന പദം അത് ഏതിൽ നിന്ന് വന്നതാണ്, അതിന്റെ അസിൽ എന്താണ്, അതിന്റെ പിന്നെ മീനിങ് ഏതൊക്കെ രീതിയിലാണ് പോകുന്നത് എന്നൊന്നും നമുക്ക് അറിയില്ലാത്ത സമയത്ത് നമ്മൾ ജാമിഅ എന്ന് പറയുന്ന പദം നമ്മൾ എവിടെ സെർച്ച് ചെയ്യാണ്? ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ്. അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിരവധി പിന്നെ പേജുകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഈ പേജുകളെല്ലാം എങ്ങനെയാണ് വരുന്നത്? അത് ഇത്തരത്തിലുള്ള ആളുകൾ കൊടുത്തിരിക്കുന്ന കീവേഡ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ആ പ്രാധാന്യത്തിലാണ് വരുന്നത്. അപ്പൊ നോക്കൂ, ജാമിഅ നദ്വിയ ബി എടവണ്ണ എന്ന് ഒരാൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയം, അത് അമേരിക്കയിലിരുന്നാവട്ടെ യൂറോപ്പിലിരുന്നാവട്ടെ എവിടെയായിരുന്നു ആവട്ടെ, കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആർട്ടിക്കിളും അതിന്റെ ഭാഗമായിട്ട് വരണം. അങ്ങനെ കൊടുക്കുന്ന വാക്കുകളാണ് അൽ കലിമാത്തുൽ മിഫ്താഹിയ എന്ന് പറയുന്നത്. അപ്പൊ യത്തിമു ഇസ്തിഖ്ദാമുൽ കലിമാത്തുൽ മിഫ്താഹിയ ഐ അൽ കലിമാത്തുർ റഈസിയ, അതിന് ഇങ്ങനെയൊക്കെ പേരുണ്ട്. അൽ കലിമാത്തുർ റഈസിയ, അൽ കലിമാത്തുൽ അസാസിയ, ഇങ്ങനെയൊക്കെ പറയാം. അൽ കലിമാത്തുൽ മിഫ്താഹിയ കീവേഡ്സ് എന്ന് പറയുന്നത് ലിഫ്ഹിരിസി ബഹസിക്, നിന്റെ റിസർച്ചിന്റെ, നിന്റെ മഖാലയുടെ ഒരു എന്താണ് ഫിഹ്റിസ് ആണ് യഥാർത്ഥത്തിൽ നിന്റെ പിന്നെ കീവേഡ്സ് എന്ന് പറയുന്നത്. വഫിൽ ഹഖീഖ ഇന്നഹ ഉൻവാനു ബഹസിക് വദലീൽ. നോക്കൂ, ഇപ്പോ ഫാത്തിമ എഴുതിയ തിസിസ് ആർട്ടിക്കിളിന്റെ ടൈറ്റില്
മുസാഹമാത്തു ഖിരീജി ജാമിഅ നദ്വിയ ബി എടവണ്ണ ഫി ദിറാസാത്തിൽ അറബിയ എന്നാണ്. ഈ ടൈറ്റിൽ ഒരു കാരണവശാലും പിന്നെ വിദേശത്തിരിക്കുന്ന ആള് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ മറ്റ് വേറെയുള്ള ആളുകൾ എന്ത് ചെയ്യില്ല, ഇതേ ടൈറ്റിൽ ഫുള്ളായിട്ട് എഴുതിയിട്ടായിരിക്കില്ല സെർച്ച് ചെയ്യുന്നത്. മറിച്ച് നമ്മളിപ്പോ മുസാഹമാത്തു ഖിരീജി ജാമിഅത്ത് എടവണ്ണ എന്ന് മാത്രം ഒരാൾ കൊടുത്താൽ അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ആർട്ടിക്കിളിനെ അയാളിലേക്ക് വലിച്ചു കൊണ്ടുപോയ സംഗതി. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ആർട്ടിക്കിളിനെ മറ്റുള്ളവരിലേക്ക് കാണിച്ചു കൊടുക്കുന്ന നമ്മുടെ ആർട്ടിക്കിളിന്റെ ഒരു ദലീലാണ് നമ്മൾ എഴുതുന്ന ഈ കീവേഡ്സുകൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അൽ മുലാഹല അൽ ഹാമ, ഈ കീവേഡ്സ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് തജന്നുബുൽ കലിമാത്ത് ദാത്തിൽ മഅനൽ വാസിഅ വൽ കലിമാത്തുൽ മുതല്ലമിന ഫി ഉൻവാനിൽ വറഖ ഔ ഉൻവാനിൽ മജല്ല. ഈ മജല്ലയുടെ ടൈറ്റിലോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പേപ്പറിന്റെ ടൈറ്റിലോ ഉള്ള പ്രധാനപ്പെട്ട വാക്കുകൾ ആയിക്കൊള്ളണമെന്നില്ല ഇവിടെ കൊടുക്കാൻ അൽ കലിമാത്തുൽ മിഫ്താഹിയയിൽ. പകരം ഇപ്പോ ഉദാഹരണത്തിന് ജാമിഅ എടവണ്ണയിൽ പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികള് അവരൊക്കെ നഹ്വിൽ വളരെയധികം സംഭാവനകൾ ചെയ്യുന്ന ആളുകളാണ്. ഒരു ഉദാഹരണം, നഹ്വിലാണ് അവരുടെ അധികം ആളുകളുടെയും സംഭാവന. അതല്ല എങ്കിൽ ലിറ്ററേച്ചറിലാണ് അവരുടെ സംഭാവന. അങ്ങനെ ഏത് മേഖലയിലാണോ ഉള്ളത് ആ കാര്യം നമ്മൾ എന്തായാലും നമ്മുടെ ആർട്ടിക്കിളിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ആ പറഞ്ഞത് കാരണമായിട്ട് ഇപ്പൊ അന്നഹബുൽ അറബി ബി വിലായത്തി കേരള, ഇങ്ങനെ ഈ നമ്മുടെ ആർട്ടിക്കിളുമായിട്ട് നമ്മുടെ ആർട്ടിക്കിളിന്റെ ഉള്ളിൽ സംസാരിച്ചിട്ടുള്ള വസ്തുക്കളെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ മിഫ്താഹിയയിൽ അൽ കലിമാത്തുൽ മിഫ്താഹിയയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇവിടെ ആർട്ടിക്കിളിന്റെ ടൈറ്റിലിൽ തന്നെ വന്നിട്ടുള്ള പദങ്ങൾ കൊടുക്കേണ്ടതില്ല എന്ന് പറയാൻ കാരണം ഓൾറെഡി ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിക്കിള് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ മറ്റൊക്കെ പ്രസിദ്ധീകരിച്ചു കഴിയുമ്പോൾ അതൊരു കീവേഡ്സ് പോലെ, അതായത് അതൊരു പ്രധാനപ്പെട്ട ദാലായിട്ട് അവിടെ ഉണ്ട്. അപ്പൊ ഇനി അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ദാലുകളാണ് ഈ കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ കഴിവിന്റെ പരമാവധി ആ ടൈറ്റിൽ വന്ന വാക്കുകൾ കൊടുക്കണമെന്നില്ല, പകരം നമ്മുടെ ആർട്ടിക്കിളിനകത്ത് നമ്മൾ പരാമർശിച്ചിട്ടുള്ള വാക്കുകൾ, ഇപ്പൊ അതിനകത്ത് കുറെ സ്കോളേഴ്സിന്റെ പേരുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട 1-2 സ്കോളേഴ്സിന്റെ പേര് നമുക്ക് കൊടുക്കാം. ഏതെങ്കിലും പുസ്തകങ്ങളുണ്ടെങ്കിൽ ഈ ജാമിഅ എടവണ്ണ പഠിച്ച് പുറത്തിറങ്ങിയ കുട്ടികൾ അല്ലെങ്കിൽ ആളുകൾ തയ്യാറാക്കിയ പുസ്തകങ്ങളുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ പേരുകൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അവരുടെ പഠന മേഖലകൾ കൊടുക്കാം. അവരുടെ പിന്നെ അവർ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളുടെ പേരുകൾ വേണമെങ്കിൽ കൊടുക്കാം. ഇങ്ങനെ ഇത്തരത്തിൽ നമുക്ക് അൽ കലിമാത്തുൽ മിഫ്താഹ് കീവേഡ്സും കൊടുക്കാൻ സാധിക്കും. വളരെയധികം നല്ല രീതിയിൽ നല്ലൊരു ഉൻവാൻ, നല്ലൊരു മുലഖസ്, അതിനകത്ത് നല്ല കീവേഡ്സുകളും കൊടുത്ത് നന്നായിട്ട് ആർട്ടിക്കിൾ തയ്യാറാക്കാൻ നാഥനായ റബ്ബ് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുക്രൻ ലിഹുസ്നി ഇസ്തിമാഇക്കും. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചോദിക്കാം. അറിയുന്നതാണെങ്കിൽ പറയും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നോക്കിയിട്ട് ഞാൻ അസ്ഹറിനെ മെസ്സേജ് ചെയ്ത് കൊടുക്കാം. അസ്ഹർ നിങ്ങൾക്ക് അത് പാസ് ചെയ്ത് തരും ഇൻഷാ അല്ലാഹ്. ചോദ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ പറഞ്ഞതൊന്നും മനസ്സിലായില്ല എന്നാണ് സാധാരണഗതിയിൽ പറയാറുള്ളത്. സാർ ഒരു കുട്ടി സംശയം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ടോ? ഞാൻ ഈ പേജിലല്ലായിരുന്നതുകൊണ്ട്. അതെ സാർ, എഴുതിയാണ് ഇട്ടിട്ടുള്ളത്, ചാറ്റിലാണുള്ളത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ എസ്സേ ആൻഡ് റിസർച്ച് ആർട്ടിക്കിൾ? അഫ്സർ ചോദിച്ചിരിക്കുന്നു അല്ലേ? പിന്നെ ഈ എസ്സേ എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? നമ്മൾ പിന്നെ പരീക്ഷയ്ക്ക് എഴുതുന്ന എസ്സേ ആണോ ഉദ്ദേശിച്ചത് അഫ്സലെ? അഫ്സൽ, essays we read in newspaper. അതായത് പിന്നെ നമ്മുടെ എഡിറ്റോറിയൽ പേജിലും മറ്റൊക്കെ വരുന്ന ആർട്ടിക്കിളുകളായിരിക്കും ഉദ്ദേശിക്കുന്നത്. അത് ഓക്കെ, അത് ഒരു കാരണവശാലും റിസർച്ച്, അതായത് നമ്മൾ ഇപ്പോ ഈ സെമിനാറുകൾക്കും മറ്റുമൊക്കെ അവതരിപ്പിക്കുന്നത് പോലുള്ള ഒരു റിസർച്ച് ആർട്ടിക്കിൾ അല്ല അവരെഴുതുന്നത് എന്ന് വിചാരിച്ചിട്ട് എല്ലാ ആർട്ടിക്കിളിനെയും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതിൽ ചിലതൊക്കെ ചിലപ്പോ റിസർച്ചും വളരെയധികം റിസർച്ച് ചെയ്തതിന് ശേഷം കൊടുക്കുന്ന ആർട്ടിക്കിളും ആവാം.
അതുകൊണ്ട് തന്നെ ഈ റിസർച്ച് ആർട്ടിക്കിളിന് പറയുന്ന എല്ലാ നിബന്ധനകളും ഈ എഡിറ്റോറിയൽ ആർട്ടിക്കിൾസിന് ഉണ്ടാവണമെന്നില്ല. അതിനൊരു പിന്നെ നോക്കൂ, നമ്മൾ എഡിറ്റോറിയൽ ആർട്ടിക്കിൾസ് ഏതെങ്കിലും വായിച്ചപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു അബ്സ്ട്രാക്ട് വായിച്ചിട്ടാണോ എഡിറ്റോറിയൽ ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടാവുക? ഒരിക്കലും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് അബ്സ്ട്രാക്ട് വേണ്ട, അതിനകത്ത് എഡിറ്റോറിയൽ ആർട്ടിക്കിളിനകത്ത് നമ്മൾ ബിബ്ലിയോഗ്രഫി കൊടുക്കേണ്ട, അങ്ങനെയൊന്നും സാധനം കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനൊരു കൺക്ലൂഷൻ കൊടുക്കുക, അതൊന്നുമില്ല. എഡിറ്റോറിയൽ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നോർമലി ഒരു വിഷയത്തെക്കുറിച്ച് അയാൾക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അയാൾ അടുക്കും ചിട്ടയോടും കൂടി സമാഹരിച്ച് പറയുന്നു എന്നുള്ളത് മാത്രമാണ്. ഒറ്റ ക്വസ്റ്റ്യൻ. വലൈക്കും അസ്സലാം. ഷംന. അതെ സർ, നമ്മളൊരു ആർട്ടിക്കിൾ എഴുതാറുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ചെങ്കിൽ നമ്മൾ അതിൽ പരന്ന വായന വളരെ ആവശ്യം തന്നെ അല്ലേ? എന്നാണ് നമ്മുടെ ഇവിടുത്തെ സെമിനാർ? എന്നാണ് നമ്മളത് 7-8 അല്ലേ? അല്ല 8-9. അതായത് സെപ്റ്റംബറോ ഒക്ടോബർ? അതെ ഒക്ടോബറില്. ഒക്ടോബറാണ്. സെപ്റ്റംബർ ഒക്ടോബർ. അപ്പൊ 2 മാസമുണ്ട്. അതായത് 1.5 മാസത്തിൽ കൂടുതൽ എന്തായാലും ഉണ്ട്. ഈ സമയത്ത് നമ്മൾ പരന്ന വായന നടത്തി. ഇപ്പോ ഉദാഹരണത്തിന് ഈ പിന്നെ ഞാൻ ഈ പറഞ്ഞ അഹമ്മദ് ഷൗക്കിയുടെ ഒരു കവിത എടുത്തിട്ട് അതിനകത്ത് പറയുന്ന സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് ഒരാള് ഒരു മക്കാല എഴുതാൻ ഉദ്ദേശിക്കുകയാണ്. ഇനി ഷംനയുടെ കയ്യിൽ ഏതെങ്കിലും സബ്ജക്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയോ, ഞാൻ അതുകൂടെ ഒന്ന് ടച്ച് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സെമിനാർ ബേസ്ഡ് അല്ല, ഞാനൊരു ആർട്ടിക്കിൾ ബേസ്ഡ് ആയിട്ടാണ് ഞാൻ ചോദിച്ചത്. ഏതെങ്കിലും ഒരു സബ്ജക്ട് ടൈറ്റിൽ ഞാൻ അതിന്റെ ഒരു വിഷയമുണ്ട്, വേറെ ഒന്നല്ല. ഫലസ്തീനിലെ വിഷയത്തെ കുറിച്ച് ഫലസ്തീൻ സ്ത്രീകളായിട്ടുള്ള എഴുത്തുകാരെ എഴുതുന്ന പഴയ കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ വ്യത്യസ്തപ്പെടുന്നു ഇപ്പോഴത്തെ ചർച്ച എന്നുള്ളത്. അതായത് ഫലസ്തീനിലെ സ്ത്രീകളാട്ടോ, ലേഡീസ് റൈറ്റേഴ്സ് എങ്ങനെ പഴയ കാലത്തുള്ള ചിന്തകൾ, അവരെങ്ങനെയാണ് പഴയ കാലത്തെ എഴുത്തുകള് അതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്ന പോലെ ഇപ്പോഴത്തെ എഴുത്തുകൾ എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതൊരു വലിയ വിശാലമായ ഒരു ഇതായിരിക്കും, പേപ്പർ ആയിരിക്കും. കാരണം അതിനകത്ത് ഏതെങ്കിലും 1-2 ആളുകളെ സ്പെസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു 3-4 ആളുകളെ പിന്നെ എന്ത് ചെയ്യാം, കേസ് സ്റ്റഡി ആയിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. പഴയ കാലത്തുള്ള ഒരു 2 ആളുകളുടെ പിന്നെ വർക്ക്, ഇപ്പോ ഉള്ള ഏതെങ്കിലും 1-2 ആളുകൾ. ഇപ്പം ആർക്കും എഴുതാനൊന്നും പറ്റുന്നില്ല. അള്ളാഹു അവർക്ക് സമാധാനം നൽകുമാറാവട്ടെ എന്ന് നമുക്ക് എപ്പോഴും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല, അല്ലെ? അപ്പോ ഈ അടുത്ത് ഞങ്ങളിവിടെ ഒരു പിന്നെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ ഒരു ഫലസ്തീനി വനിതയോട് ഇങ്ങനെ പറഞ്ഞു. അവര് പ്രൊഫസറാണ്. അവർ ക്ലാസ് എടുക്കുന്ന സമയത്ത് പിന്നെ അവർ പറയണ്ടായി, ഒരു കാരണവശാലും എന്റെ ഈ ക്ലാസ് പിന്നെ ഓൺലൈനിൽ എന്ത് ചെയ്യരുത്, അതിന്റെ റെക്കോർഡ് ഇട്ട് കളയരുത്. കാരണം എന്റെയും എന്റെ മക്കളുടെയും അവസ്ഥ വല്ലാത്ത അവസ്ഥയിലാണുള്ളത്. അവർ ഇങ്ങനെ ഞാനൊരു ക്ലാസ് നടത്തിയെന്ന് കഴിഞ്ഞാൽ തന്നെ അവരെന്നെ വധിച്ചു കളയുമെന്നാണ്. ഇപ്പൊ അങ്ങനെ ആ ഒരു സെലക്ടഡ് വധിക്കൽ പോലും അല്ല ഇപ്പൊ നടക്കുന്നത്. അള്ളാഹു അവർക്ക് സമാധാനം കൊടുക്കുമാറാവട്ടെ. എന്തായാലും പറ്റേ. അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ ഒരു 2 ആളുകളുടെ വർക്കും എടുക്കുന്നു, പഴയ കാലത്തുള്ള 2 വർക്കും എടുക്കുന്നു. ആ സമയത്ത് നമുക്കിപ്പോ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു വന്നത് പിന്നെ അഹമ്മദ് ഷൗക്കിയുടെ ഈ ബുർദയെ കുറിച്ച് നമ്മൾ പിന്നെ ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത് ആ ബുർദ നമ്മൾ വായിക്കണം, നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. പിന്നെ ബുർദയെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരു ആർട്ടിക്കിൾ വേറെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ ആർട്ടിക്കിൾ നമ്മൾ വായിക്കണം. ഇനി നമുക്കിപ്പോ നമ്മൾ എഴുതുന്നത് അൽ ഖലായ അൽ ഇജ്തിമാഇയ ഫി ഖസീദത്തി ബുർദ ലി അഹമ്മദ് ഷൗക്കി എന്നാണ്. അപ്പോ ആ പിന്നെ അഹമ്മദ് ഷൗക്കിയുടെ കസീദ നമ്മൾ നിർബന്ധമായും വായിക്കണം. ബുർദ എന്ന് പറയുന്ന കസീദ വായിക്കണം. പുറമെ ഈ കസീദയെ കുറിച്ച് വേറെ ആരെങ്കിലും പിന്നെ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് വായിക്കണം. അതാണ് സെക്കൻഡറി സോഴ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ അൽ ഖലായ അൽ ഇജ്തിമാഇയ, എന്താണ് ഖലായ അൽ ഇജ്തിമാഇയ? നമുക്ക് കിട്ടുന്നത് എല്ലാം സോഷ്യൽ ഇഷ്യൂസ് ആണോ? ഒരിക്കലും ആവാൻ സാധ്യതയില്ല. അപ്പൊ ഖലായ ഇജ്തിമാഇയെ കുറിച്ച് വളരെ നല്ല പിന്നെ സോഷ്യോളജിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു 2-3 ആർട്ടിക്കിളും വായിക്കണം. അപ്പോ ഈ വിഷയം നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് വായിക്കേണ്ടുന്ന ഒരു ഏരിയ നമുക്ക് കിട്ടി. എന്നതുപോലെ ഫലസ്തീൻ വിഷയത്തിൽ എഴുതുന്ന സമയത്ത് ആ 2 ആളുകൾ എന്ന് പറയുന്നത് ഇപ്പൊ പഴയ കാലഘട്ടത്തിലുള്ള എഴുത്തുകാരായ 2 ആളുകളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ഷംന ഒരു സ്പെസിഫിക് സാധനം കാണണം. അതായത്
അവർ ദീനീ വിഷയങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ പോലെ തോന്നി. അങ്ങനെയാണെങ്കിൽ ദീനീ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള അവരുടെ ഗ്രന്ഥങ്ങൾ എടുക്കുക. അതല്ല എങ്കിൽ സ്ത്രീകളുടെ പിന്നെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച്, സ്ത്രീ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, സ്ത്രീകളുടെ സ്റ്റാറ്റസിനെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള ആ പുസ്തകം, അതാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ, നമ്മൾ മക്കാലയ്ക്ക് വേണ്ടി എടുക്കുന്ന വിഷയമെങ്കിൽ ആ വിഷയത്തിൽ അവർ രണ്ടാളുകളും എഴുതിയിട്ടുള്ള ബുക്ക് എടുക്കണം. എന്നിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ ബുക്കിനെ കുറിച്ച് മറ്റാരെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുക, ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കുക. എന്നിട്ട് നമ്മൾ ആർട്ടിക്കിൾ തയ്യാറാക്കുക. എപ്പോഴും ഈ പിന്നെ ആർട്ടിക്കിൾ തയ്യാറാക്കുന്ന സമയത്ത് ഈ വായനയെല്ലാം നടത്തിയിട്ട് ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതാം അല്ലെങ്കിൽ തിസീസ് എഴുതാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ തിസീസ് എഴുതിയിട്ടുണ്ടാവില്ല. നമുക്ക് അറിയുന്ന ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ, വളരെ പ്രഭാഷണ മേഖലയിലും എഴുത്ത് മേഖലയിലും ഒക്കെ തിളങ്ങുന്ന ചില ആളുകൾ പിന്നെ PhDക്കും മറ്റുമൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് 10, 20, 30, 40 കൊല്ലമായ ആളുകളുണ്ട്. അവർക്ക് അവരുടെ തിസീസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതെന്താ വിഷയം എന്ന് പറഞ്ഞാല് ഈ ഇത്തരത്തിൽ പെർഫെക്റ്റ്നെസ് നോക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും, കിട്ടുന്നതെല്ലാം വായിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവണം, ഒരു കൃത്യമായ ഒരു മുറക്കസയാണ് ആർട്ടിക്കിളും മറ്റൊക്കെ എഴുതുന്നതിന് ഏറ്റവും പര്യാപ്തമായിട്ടുള്ളത്. ഹലോ, അസ്സലാമു അലൈക്കും സാർ. ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ്. നമ്മൾ ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ പ്രധാനമായിട്ട് ഈ ലിറ്ററേച്ചർ മേഖലയിൽ ഉള്ള സാഹിത്യം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലുള്ള കുട്ടികൾ എഴുതുമ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആർഗ്യൂ ചെയ്ത് ഫലിപ്പിക്കുക എന്നൊരു ഉദ്യമമാണ് നമ്മൾ പലപ്പോഴും ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ എടുക്കുക. നമ്മൾ സോഷ്യൽ സയൻസിലാണെങ്കിൽ പല ഡേറ്റ ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു ആർട്ടിക്കിൾ എഴുതുക. അപ്പം നമ്മൾ ഹ്യൂമാനിറ്റീസിന്റെ റിസർച്ച് പേപ്പറുകൾ ഒരു പേഴ്സണൽ ഒപ്പീനിയൻസ് ആയിട്ട് മാറിപ്പോകുന്നുണ്ടോ? അങ്ങനെ വരാതിരിക്കാനും അതിനൊരു നല്ല ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവാൻ നമ്മൾ എങ്ങനെയാണ് ഒരു പേപ്പറിന്റെ ആർഗ്യുമെന്റ്സിനെ ഒന്ന് സ്ട്രോങ് ആക്കുക? ഇവിടെ ഇപ്പോ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാധനം എടുക്കാം. അതായത് ഇപ്പോ ജാമിയ നദിബയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ ആളുകൾ അറബി ഭാഷയ്ക്ക് ചെയ്തിട്ടുള്ള സംഭാവനയെ കുറിച്ച് എഴുതുന്ന സമയത്ത് അതായത് നമ്മൾ ചെയ്യുന്നത് അക്കാദമിക് വർക്കാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതി അക്കാദമിക് വർക്കാണ്. ആ അക്കാദമിക് വർക്കിനകത്ത് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് ജാമിയ നദ്വിയെ കുറിച്ച് പ്രഭാഷണം നടത്തുന്ന സ്ഥലത്ത് നമുക്ക് ജാമിയ നദ്വിയെ കുറിച്ച് എന്തും പറയാം. ജാമിയ നദ്വി അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ഈ സ്ഥാപനത്തെ കുറിച്ച് വളരെ വലിയ വിശാലമായ അറിവില്ല. എന്നാൽ ഞാൻ അത് ഒരു ഉദാഹരണം, നമ്മൾ അടുത്ത് നിൽക്കുന്ന ഒരു സംഗതി എന്നുള്ള നിലയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഉദാഹരണം പറയുന്നത് മാത്രമേ ഉള്ളേ. അപ്പോ ജാമിയ നദ്വിയെ കുറിച്ച്, പിന്നെ അതിന്റെ സ്ഥാപനത്തെ കുറിച്ച്, പിന്നെ അതിന്റെ കീഴിലുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും ഒക്കെ നമുക്ക് പ്രഭാഷണം നടത്താം. എന്നാൽ അക്കാദമിക് ആർട്ടിക്കിളുകൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലുള്ള വസ്തുത മാത്രമായിരിക്കണം എഴുതേണ്ടത്. അത് നമ്മൾ എഴുതുന്ന ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ എഴുതുന്ന ഓരോരുത്തരും അതിനകത്ത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം പിന്നെ നമ്മുടെ മുന്നിലുള്ള തെളിവുകളാണ് നമ്മുടെ ആർട്ടിക്കിൾ എഴുതുന്നത്. ഒരു കാരണവശാലും നമ്മൾ ഒരു സാധനവും പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല. പകരം ഉള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. ആ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലുള്ള ഡേറ്റകൾ വെച്ചുകൊണ്ട് സത്യസന്ധമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അവിടെ ഇപ്പോ ജാമിയ നദിയെ കുറിച്ച് എഴുതുന്ന സമയത്ത് ആ ജാമിയ നദിയെ ഇന്ന മേഖലകളിൽ കൂടി നേരത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ ഇത്രയും സംഭാവനകൾ കൂടി ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എഴുതുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ആ എഴുത്ത് ഒരു പക്ഷേ ജാമിയ നദിയുടെ സംഘാടകരിൽ, അതിന്റെ പിന്നെ മാനേജ്മെന്റിലെ ആരെങ്കിലും ഒക്കെ അതൊന്ന് വായിച്ച് അതിലൂടെ അവർ ആ ഒരു മേഖല കൂടി നന്നാക്കാൻ അവർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ മേഖലയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സംഭാവനയായിരിക്കും. അവര് ആ സ്ഥാപനത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദൗത്യമായിരിക്കും, ഒരു നന്മയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, നമ്മുടെ മുന്നിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തയ്യാറാക്കുന്നതാണ് റിസർച്ച് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതിനകത്ത് എക്സാജറേഷൻ ഒന്നും ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ വാദഗതികൾ അല്ല അതിന് പ്രാധാന്യം എന്നുള്ളത്. താങ്ക് യു സർ. അപ്പൊ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഞാനിതിൽ പ്രധാനപ്പെട്ട പിന്നെ സ്ലൈഡ് അസ്ഹറിന് ഫോർവേഡ് ചെയ്യാം. എല്ലാവർക്കും ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കേ. ഓക്കെ സാർ, ഓക്കെ. ഇതിന് ആർക്കും ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് വോട്ട് ഓഫ് താങ്ക്സിലേക്ക് കടക്കാം. നമ്മുടെ ഈ സെഷന് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് ജാമിഅ ദിവ്യ ചീഫ് അക്കാഡമിക് ഓഫീസർ ഡോക്ടർ വസീൽ സാറിനെ വളരെ ആദരവ് ക്ഷണിക്കുന്നു. Thank you, Azhar sir. Thank you, Tajuddin sir. ജാമിഅ ദിവ്യ ഒക്ടോബർ 8-9 തീയതികളിൽ നടത്തുന്ന ഇന്റർനാഷണൽ കോൺഫറൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലായിരുന്നു നമ്മളുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയായി നിരവധി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പുകൾ അധ്യാപകർക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി എല്ലാം വ്യത്യസ്തമായി നടത്തി. ഇന്നലെ നോബൽ വുമൻസ് കോളേജുമായി സഹകരിച്ചുകൊണ്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മളൊരു പ്രീ കോൺഫറൻസ് നടത്തി. ഇന്ന് അറബിക് കോളേജുകൾക്ക് വേണ്ടി സുലമുസലാം അരീക്കോട്, അതുപോലെ മദീനത്തുൽ ഉലൂം അറബിക് കോളേജുമായി സഹകരിച്ചുകൊണ്ടാണ്. നാളെ ഒരു നാഷണൽ ലെവൽ വർക്ക്ഷോപ്പ് നാളെ നടക്കുന്നുണ്ട്. ഓരോ ദിവസങ്ങളിലും ഓരോ വ്യത്യസ്തമായ സ്ഥാപനങ്ങളുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ നടക്കുന്നത്. താജുദ്ദീൻ സാറ് വളരെ വിശദമായി തന്നെ എഴുത്തിന്റെ ഒരു എന്തുകൊണ്ട് എഴുതണം എന്നത് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് വ്യക്തമാക്കുന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം. സാർ അതിനുശേഷം അതിന്റെ ടോപ്പിക് സെലക്ഷനും അബ്സ്ട്രാക്ട് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ വിശദമായി അദ്ദേഹം പറഞ്ഞു. ഈ മേഖലയിൽ ഏറെ അനുഭവ സമ്പത്തുള്ള അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ അറബിക് ഡിപ്പാർട്ട്മെന്റിലാണ്. സാറ് ഈ ഒരു സെഷനിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിലും അതിന് ഈ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി സമ്മതിച്ചതിനുള്ള ജാമിഅ നദ്വിയയുടെ നന്ദി സാറിനോട് അറിയിക്കുകയാണ്. ഹൃദയത്തിൽ നിന്നുള്ള നന്ദി സാറിനോട് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു കോൺഫറൻസിന്റെ വിജയത്തിന് സാറിന്റെ സപ്പോർട്ടും സഹകരണവും ഇനിയും ഉണ്ടാവണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ സെഷനിൽ ഉണ്ടായിരുന്ന നമ്മുടെ ജാമിഅ നദ്വിയ അറബിക് കോളേജസിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ മുഹമ്മദ് അലി അൻസാരി സർ, സുലമുസലാം അറബിക് കോളേജിൽ നിന്നുള്ള അധ്യാപകർ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് വഹാബ് സർ, അതുപോലെ മദീനത്തുൽ ഉലൂമിൽ നിന്നും സുലമുസലാമിൽ നിന്നും ജാമിഅ നദ്വിയയിൽ നിന്നും ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥിനികൾ എല്ലാവർക്കും, അതുപോലെ ഈ പ്രോഗ്രാമിന്റെ ആദ്യ അവസാനം വരെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്യുന്ന ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പർ മിസ്റ്റർ അസ്ഹർ അടക്കമുള്ള എല്ലാവർക്കും, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു. എല്ലാവരും ഈ നമ്മുടെ പ്രോഗ്രാമിൽ 8-9 എഴുത്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഇതൊരു അവസരമായി മാറട്ടെ. നമ്മുടെ റൈറ്റിങ്ങിനുള്ള അക്കാഡമിക് റൈറ്റിംഗ് തുടങ്ങിയതിനെ പരിപോഷിപ്പിക്കാനൊക്കെ ഉള്ള അവസരമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ഓൾ. നമ്മുടെ അസ്ഹർ നമ്മുടെ കൂടെ സ്റ്റുഡന്റ് ആണേ. താങ്ക് യു സർ, താങ്ക് യു. ഇൻഷാല്ലാ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, സമീർ ബാബു സാർ